എല്ലാവർക്കും നമസ്കാരം. സയൻസ് പീപ്പിളിൻ്റെ 75ാമത്തെ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസ് പീപ്പിള് സയൻസ് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കൂടിച്ചേർന്ന ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഉദ്ദേശം സയൻസ് പഠിപ്പിക്കുന്ന എന്നതിനേക്കാൾ സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ഉണ്ടാക്കുക, സയൻറ്റിഫിക് ടെമ്പർ സമൂഹത്തിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടായ കൂട്ടായ്മയാണ്. അത് സയൻസ് സംസാരിക്കാനും സയൻസ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വേദികൾ പൊതുസമൂഹത്തിലും ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പ്രഭാഷണ പരമ്പര തുടങ്ങിയത്. ഇന്ന് ഇത് 75ാമത്തെ പ്രഭാഷണമാണ്. ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ വിഷയം ക്വാണ്ടം എൻടാങ്കിൾമെന്റ്, റിലേറ്റിവിറ്റി, ലൈറ്റ് ബാരിയർ, ഇത് തമ്മിലുള്ള കണക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് സംസാരിക്കുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ കൂത്തോട്ടിലാണ്. ക്വാണ്ടം തിയറിയിലും റിലേറ്റിവിറ്റിയിലൊക്കെ ആഴത്തിലുള്ള ഗ്രാസ്പുള്ള പബ്ലിക് സ്പീക്കർ കൂടിയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ. ഇന്ന് ഈ ടോക്ക് മോഡറേറ്റ് ചെയ്യുന്നത് ഡോക്ടർ ശാലിനിയാണ്. ശാലിനി ഇപ്പം ഓസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടർ ചെയ്യുകയാണ്. ഇതിനു മുമ്പ് കാനഡയിലെ കൽഗാരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ കഴിഞ്ഞതിന് ശേഷമാണ് ട്രിവാൻഡ്രം ഐസറിൽ നിന്ന് BSMS കഴിഞ്ഞതാണ് ശാലിനി. ഇതിനു മുമ്പ് ഈ വേദിയിൽ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും ബെൽസ് ഇനീക്വാലിറ്റിയെ കുറിച്ചും 2 ടോക്ക് ശാലിനി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പീക്കറെ പരിചയപ്പെടുത്തുന്നതിനും വിഷയം പരിചയപ്പെടുത്തുന്നതിനും ഞാൻ ശാലിനിയെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ സ്പീക്കറെ ഇന്ന് സയൻസ് പീപ്പിളിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രഭാഷണം കേൾക്കാനെത്തിയ നിങ്ങളെല്ലാവരെയും സയൻസ് പീപ്പിളിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ശാലിനി പ്ലീസ്. താങ്ക് യു ഫ്രാൻസിസ്. ഇന്ന് ഫ്രാൻസിസ് പറഞ്ഞ പോലെ ഇന്ന് സയൻസ് പീപ്പിളിന്റെ ലൈറ്റ് വെയ്റ്റ് സയൻസ് ടോക്ക് സീരീസിലെ 75ാമത്തെ പ്രഭാഷണമാണ്. ഇന്നത്തെ വിഷയം ക്വാണ്ടം എൻടാങ്കിൾമെന്റ് ആൻഡ് റിലേറ്റിവിസ്റ്റിക് ലൈറ്റ് ബാരിയർ എന്നതാണ്. ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മളുടെ ഒപ്പം ഉള്ളത് ഡോക്ടർ സെബാസ്റ്റ്യൻ കൂത്തോട്ടിൽ. അദ്ദേഹം MES കല്ലടി കോളേജ് മണ്ണാർക്കാട് ഇവിടെ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ജോലി ചെയ്യുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഫിസിക്സിൽ PhD നേടിയിട്ടുള്ള ആളാണ്. സയൻസ് പീപ്പിളിന്റെ പല വേദികളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ. ക്ലബ് ഹൗസ് പോലുള്ള മീഡിയത്തില് ഫിസിക്സ്, റിലേറ്റിവിറ്റി, ക്വാണ്ടം മെക്കാനിക്സ് എന്നീ വിഷയങ്ങളിൽ വളരെയധികം സജീവമായിട്ട് ഒരുപാട് ചർച്ചകൾ അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റ് വേയ്സ് സയൻസ് ടോക്ക് സീരീസിൽ തന്നെ സെബാസ്റ്റ്യൻ ഇതിനു മുൻപ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ പല പ്രഭാഷണങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അധികം വൈകിക്കാതെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. വെൽക്കം സെബാസ്റ്റ്യൻ. Thank you. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വീഡിയോ കൂടെ ഓൺ ചെയ്തോ? ഓക്കെ അല്ലേ? കാണാൻ കഴിയുന്നില്ലേ സ്ക്രീൻ? ഓക്കെ. അപ്പൊ എൻടാങ്കിൾമെന്റ് ആൻഡ് റിലേറ്റിവിസ്റ്റിക് സ്പീഡ് ബാരിയർ, ഇതാണ് ചർച്ച ചെയ്യുന്ന വിഷയം. ഇതിൽ 2 ടോപ്പിക്ക് കടന്നു വരുന്നുണ്ട്, ക്വാണ്ടം ഫിസിക്സും റിലേറ്റിവിറ്റിയും. ഇത് രണ്ടും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ്, ഇപ്പോഴും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സ് പോലൊരു സബ്ജക്ട് പ്രസന്റ് ചെയ്യുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, അത് ഒരു കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള തിയറിയാണ്. വാക്കുകളിൽ പറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തേത്, ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ, ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ പല ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫിസിക്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ ക്വാണ്ടം മെക്കാനിക്സിനെക്കാളും ഡീപ്പായിട്ട് പഠിക്കുന്ന മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഇതുമായിട്ട് അധികം ക്വാണ്ടം മെക്കാനിക്സുമായിട്ടൊരു പോപ്പുലർ ലെവലിൽ അല്ലാതെ പരിചയപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം,
പറഞ്ഞു പോകുന്ന വളരെ സിംപ്ലിഫൈഡ് ആണ്, ഒരു കൂട്ടം ആൾക്കാർക്ക് ബോറടിക്കും. കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ചേർത്ത് കുറച്ച് ഡീപ്പായിട്ട് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഇത് രണ്ടും അല്ലാതെ വേറൊരു പ്രശ്നമുള്ളത് സമയത്തിന്റെ ഇതാണ്. നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കാം. നന്നായിട്ട് അറിയുന്നവർക്ക് ബോറിംഗ് ആയിരിക്കും. അതുപോലെ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്നുള്ള രീതിയിലും ലാംഗ്വേജിന്റെ ഇത് ഉപയോഗിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത വിഷയം എന്നുള്ള നിലയിലും ചെറിയ ഇന്നക്വറീസീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് ഞാൻ മുൻകൂട്ടി തന്നെ ക്ഷമ ചോദിക്കുന്നു. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻടാങ്കിൾമെന്റ് ആൻഡ് റിലേറ്റിവിസ്റ്റിക് സ്പീഡ് ബാരിയർ. എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്ന ക്വാണ്ടം ലോകത്തുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ്. ഈ ക്വാണ്ടം ലോകത്ത് ക്വാണ്ടം ലോജിക്, ക്വാണ്ടം ഫിസിക്സിന്റെ ലാംഗ്വേജ്, ക്വാണ്ടം ഫിസിക്സ് നമ്മൾ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു മേക്ക് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് ആലിസ് ആണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആലിസ് എന്ന് പറഞ്ഞ പൂച്ചയാണ്. ആലിസ് എന്ന് പറഞ്ഞ പേര് വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ സാധാരണ നമുക്ക് പൂച്ചയുടെ കാര്യം അറിയാം. നമ്മളെല്ലാവരും പൂച്ചയെ കണ്ടിട്ടുണ്ട്. പൂച്ച ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും, ചിലപ്പോൾ എണീറ്റിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയായിരിക്കും. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ പൂച്ചയ്ക്ക് ഒരേ സമയം ഉറങ്ങിയും എണീറ്റും ഉറങ്ങിക്കൊണ്ട് ഉണർന്നും ഇരിക്കാൻ കഴിയില്ല. ഈ ക്വാണ്ടം ലാൻഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്വാണ്ടം ലാൻഡിൽ അങ്ങനെ ഒരു ലാൻഡ് ഉണ്ട്. ക്വാണ്ടം ലാൻഡിലെ നിയമങ്ങൾ അനുസരിച്ച് ഈ പൂച്ചയ്ക്ക് ഒരേ സമയം എവേക്ക് ആൻഡ് എസ്ലീപ് എന്നുള്ള സ്റ്റേറ്റിൽ ആയിരിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ബേസിക് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് ഐഡിയാസ് ഉപയോഗിച്ച് ക്വാളിഫൈ ചെയ്യാൻ ആദ്യം ശ്രമിക്കുക. ദാറ്റ്സ് ജസ്റ്റ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദിസ് ഐഡിയാസ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് എൻടാങ്കിൾമെന്റ് എന്നുള്ള ഫിനോമിനൻ പരിചയപ്പെടാം. ബേസ്ഡ് ഓൺ ദാറ്റ് വിൽ ഹാവ് സം ഡിസ്കഷൻ. ഇതാണ് നമ്മൾ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആലിസ് ക്യാൻ ബി awake and asleep at the same time. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പൂച്ചയ്ക്ക് ഒരേ സമയത്ത് മരിച്ചും ജീവിച്ചും അല്ലെങ്കിൽ ഉണർന്നും ഉറങ്ങി വയ്ക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് സാധാരണ പൂച്ചയല്ല. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള പോലെ ഇതൊരു ക്വാണ്ടം ക്യാറ്റ് ആണ്. ഇത് ക്വാണ്ടം ക്യാറ്റ് ക്വാണ്ടം ലാൻഡിലുള്ള ഒരു ജീവിയാണ്. ഈ ക്വാണ്ടം ലാൻഡിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്വാണ്ടം ലാൻഡിൽ ഏതൊക്കെ നിയമങ്ങളാണ് പൂച്ച ഒരേ സമയം ഉറങ്ങുകയും ഉണർന്നു വയ്ക്കാൻ സഹായിക്കുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സൂപ്പർ പൊസിഷൻ, മറ്റൊന്ന് മെഷർമെന്റ് പ്രോബ്ലം, അതുപോലെ എൻടാങ്കിൾമെന്റ്. എൻടാങ്കിൾമെന്റ് ആണ് നമ്മുടെ ടോക്കിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് സൂപ്പർ പൊസിഷനും മെഷർമെന്റ് പ്രോബ്ലം കൂടെ നമുക്ക് മനസ്സിലാക്കാം. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞ ഇതാണ്: ഇഫ് എ ആൻഡ് ബി ആർ പോസിബിൾ സ്റ്റേറ്റ്സ് ഓഫ് ദ സിസ്റ്റം, then so is a plus b. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുന്നതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ റഫായിട്ട് തന്നെ അവസ്ഥ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു ടെക്നിക്കൽ ടേം ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ടെക്നിക്കൽ ടേം ആണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്സിലെ നിയമങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് ഇവയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഇവല്യൂഷൻ ഇക്വേഷൻ ഉണ്ട്. സിസ്റ്റത്തിന്റെ ടൈമിലുള്ള ഇവല്യൂഷൻ, ടൈമിൽ അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് അറിയുകയാണെങ്കിൽ, സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് നമുക്ക് അറിയുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ അല്ലെങ്കിൽ വേറെ ഏതൊരു സമയത്തുള്ള സ്റ്റേറ്റും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ന്യൂട്ടന്റെ ഇക്വേഷൻ ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തുള്ള സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻ, ഇതിനെയാണ് നമ്മൾ റഫായിട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇക്വേഷൻ ഓഫ് ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതൊരു ടെക്നിക്കൽ ടേം ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നു. അപ്പൊ മലയാളത്തിൽ റഫായിട്ട് നമുക്ക് അവസ്ഥ എന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ഇവല്യൂഷൻ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഡു വി നീഡ് ടു നോ അബൌട്ട് ദ സിസ്റ്റം ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫ്യൂച്ചർ? ഫ്യൂച്ചർ എന്ന് പറയുന്നത് ജനറിക് ആയിട്ടാണ്. ഇറ്റ് കുഡ് ഓൾസോ ബി ദ പാസ്റ്റ്. റൈറ്റ്, വാട്ട് ഡു യു നീഡ് ടു നോ അബൌട്ട് ദ സിസ്റ്റം ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫ്യൂച്ചർ ഓർ പാസ്റ്റ് ഓഫ് ദ സിസ്റ്റം എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു പാർട്ടിക്കിൾ, സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്കൽ പാർട്ടിക്കിൾ, മറ്റൊരു കല്ല് അല്ലെങ്കിൽ ഒരു പന്ത്, ഇതിന്റെ ഫ്യൂച്ചർ അറിയണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള പൊസിഷനും മൊമെന്റും ആണ്. ന്യൂട്ടന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. F=m എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ പാസ്റ്റ് അറിയാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അറിയുന്നത് ഇപ്പോൾ ബോൾ എന്താണ് ചെയ്യുന്നത്, ബോൾ എവിടെയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ അത് എവിടെയാണ്, അതുപോലെ ഏത് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ന്യൂട്ടന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ്സിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എ ആൻഡ് ബി എന്ന് പറയുന്നത്, എ ബ്രാക്കറ്റിന്റെ ഉള്ള എ എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ഒരു പോസിബിൾ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്, വാട്ട് എവർ ദാറ്റ് ഇസ്. ഓക്കെ,
അതുപോലെ ബി എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ വേറൊരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ടെക്നിക്കലായിട്ട് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. ദീസ് ഒബ്ജക്ട്സ് ആർ ജനറലി കോൾഡ് വേവ് ഫംഗ്ഷൻ. ജനറൽ ആയിട്ട് നമ്മൾ ഇതിനെ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എ എന്നുള്ളതും ബി എന്നുള്ളതും പോസിബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ എ പ്ലസ് ബി എന്നുള്ളത് ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. ഇനി എയും ബിയും സിയും പോസിബിൾ സ്റ്റേറ്റ്സ് ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളത് പോസിബിൾ സ്റ്റേറ്റ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് പോസിബിൾ സ്റ്റേറ്റ് മാത്രമല്ല, ഇറ്റ് കുഡ് ബി ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ആക്ച്വലി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വരുമ്പോഴാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് initially, technically, right? But that's all right. We'll call this as wave function. A, B, S എന്നുള്ളതിനെ നമ്മൾ wave function, സിസ്റ്റത്തിന്റെ wave function എന്ന് വിളിക്കും. Okay? That's just a term that we'll be using. So S is equal to A plus B. ഇതിനെയാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, alright, ഈ സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് എയും ബിയും ഒരു ഇലക്ട്രോണിന്റെ, ക്വാണ്ടം മെക്കാനിക്കൽ ലോകത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമുക്ക് ഇലക്ട്രോൺസിനെ എടുക്കാം. We'll talk about electrons. എ എന്നുള്ളതും ബി എന്നുള്ളതും ഒരു ഇലക്ട്രോണിന്റെ പോസിബിൾ പൊസിഷൻസ് ആണെങ്കിൽ, രണ്ട് ഈ ഒരു സ്ഥാനത്തും ഈ ഒരു സ്ഥാനത്തും മാത്രം ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ സാധ്യമായിട്ടുള്ളൂ. ദീസ് ആർ ദ ഓൺലി ടു പോസിബിൾ പൊസിഷൻസ് ഓഫ് എൻ ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെ, ഈ സൂപ്പർ പൊസിഷനെ നമ്മൾ ലാംഗ്വേജിലേക്ക്, പ്ലെയിൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ വൺ വേ ടു ഡു ദാറ്റ്, വൺ വേ ടു ട്രാൻസ്ലേറ്റ് ദിസ് ഇക്വേഷൻ ഇസ് ആസ് ഫോളോസ്. അതായത് ദ ഇലക്ട്രോൺ ക്യാൻ ബി, എ സിംഗിൾ ഇലക്ട്രോൺ ക്യാൻ ബി അറ്റ് ടു പ്ലേസസ്, 2 points at the same time. രണ്ട് പൊസിഷൻസിൽ ഒരേ സമയത്ത് ആയിരിക്കാൻ കഴിയും, രണ്ട് സ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് ആയിരിക്കാൻ കഴിയും. അപ്പൊ അഗൈൻ ഇതിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പരിചയമുള്ളവർ, യു നീഡ് നോട്ട് എഗ്രി വിത്ത് ദിസ്. കാരണം ഈ ഇക്വേഷനെ നമ്മളിങ്ങനെ എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ, മാത്തമാറ്റിക്കലായിട്ട് എഴുതുന്ന സ്റ്റേറ്റ്മെന്റിനെ ലാംഗ്വേജിലേക്ക് എങ്ങനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഐ എം ജസ്റ്റ് ചൂസിങ് വൺ വേ ടു ട്രാൻസ്ലേറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലാംഗ്വേജ് ആയിരിക്കും ഞാൻ മുന്നോട്ട് ഉപയോഗിക്കുക. സോ ഇഫ് എ ആൻഡ് ബി ആർ പോസിബിൾ പൊസിഷൻസ്, ഓക്കെ, then there's another possible state of the electron which corresponds to the electron being at A and B at the same time. Okay, ഇവിടെ S എന്ന് പറയുന്നത് is a state which represents a single electron being at both A and B at the same time. Alright, അപ്പോൾ S എന്നുള്ള wave function ഇവിടെ A plus B എന്നുള്ള ഉദ്ദേശിക്കുന്നത്, this actually represents an electron being at two positions at the same time, simultaneously at two positions at the same time. Okay, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ആർക്കും ഇത് മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല. വി ജസ്റ്റ് ഗെറ്റ് യൂസ് ടു ദിസ്. ഇപ്പൊ ഈ രീതിയിലുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലോകത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻസ് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. സോ വി നോ ദാറ്റ് ദിസ് ഇസ് ട്രൂ, ദിസ് കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ വർക്ക്സ്, നമുക്കറിയാം. ഓക്കെ, ബട്ട് ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബട്ട് ഐ വിൽ മെയിൻറ്റെയിൻ ദാറ്റ് an electron can be at different places at the same time. A single electron can be at different places at the same time. Okay, ഇതുകൊണ്ട് ഇത് ഇനീഷ്യലി നമ്മുടെ ബേസിക് ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വിരുദ്ധമാണ്. ഓക്കെ, നമ്മളൊരു ഒബ്ജക്റ്റ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വേറെ എവിടെ ഇല്ല എന്നും കൂടിയാണ്, അല്ലെ? ഇഫ് ഐ സേ ദാറ്റ് ദിസ് പെൻ ഇസ് ഹിയർ, ഇറ്റ് മീൻസ് ദാറ്റ് ദ സെയിം പെൻ ഇസ് നോട്ട് എനിവേർ എൽസ്. വേറൊരു സ്ഥലത്ത് ഈ പേന ഇല്ല എന്നൂടെ അർത്ഥമാക്കുന്നു. ഇലക്ട്രോൺസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്വാണ്ടം ലോകത്ത് ഇങ്ങനെയല്ല. ഓക്കെ, ഇഫ് ദ പെൻ ഇസ് ഹിയർ, ദ പെൻ ക്യാൻ ബി ഹിയർ. അങ്ങനെയാണ് രണ്ട് സ്ഥലത്തും ആയിരിക്കുക എന്ന് പറയുന്നത് ഈ പെന്നിന്റെ ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ്, ഇഫ് ദ പെൻ ഇസ് ഇൻ ദ ക്വാണ്ടം ലാൻഡ്. ഓക്കെ, ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് അഗൈൻ ദിസ് റഫ് ട്രാൻസ്ലേഷൻ, ഒരു ഇലക്ട്രോണിന് അനുവദനീയമായ, ഓക്കെ, അലൗഡ് ആയിട്ടുള്ള ഒന്നിലധികം അവസ്ഥകൾ ഉണ്ടെങ്കിൽ ആ എല്ലാ അവസ്ഥകളിൽ ഒരുമിച്ചായിരിക്കുക എന്നതും ഇലക്ട്രോണിന്റെ സാധ്യമായ ഒരു അവസ്ഥയാണ്. ഓക്കെ, ആ അവസ്ഥകളിലെല്ലാം തന്നെ ഒരുമിച്ചായിരിക്കുക എന്നത് ഇലക്ട്രോണിന്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, ഉദാഹരണത്തിന് സ്ഥാനത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇലക്ട്രോണിനായിരിക്കാൻ അനുവദനീയമായ രണ്ട് സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ആ രണ്ടിടത്തും ഒരുമിച്ചായിരിക്കുക എന്നതും ഇലക്ട്രോണിന്റെ സാധ്യമായ ഒരു സ്റ്റേറ്റ് ആണ്. Okay, an electron can be in two places at the same time. For roughly principle of superposition എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, it says basically that an electron can be at different places at the same time, a single electron. Okay, അപ്പൊ നമുക്ക് ചോദിക്കാം, അങ്ങനെയാണ് ഇലക്ട്രോണിന്റെ ഒന്നിലധികം സ്ഥാനങ്ങൾ ഒരുമിച്ച് കാണാൻ കഴിയുമോ? Can we actually see the electron at different places at the same time എന്ന ചോദ്യം ചോദിക്കാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് മെഷർമെന്റ് പ്രോബ്ലം വരുന്നത്. മെഷർമെന്റ് പ്രോബ്ലം പറയുന്നത് നോ. ഓക്കെ, ഒരു ഇലക്ട്രോണിനെ ഒന്നിലധികം അവസ്ഥകൾ, ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയില്ല. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഇസ് നെവർ ഒബ്സർവ്ഡ് ഇൻ എ സൂപ്പർപോസ്ഡ് സ്റ്റേറ്റ്. സൂപ്പർപോസിഷൻ സ്റ്റേറ്റിൽ ഒരിക്കലും നമ്മളൊരു ക്വാണ്ടം ഒബ്ജക്റ്റിനെ കാണില്ല. ഓക്കെ, ഉദാഹരണത്തിന് ഞാനീ പറഞ്ഞ പോലെ ഇലക്ട്രോണിനെ ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഒരുമിച്ച് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ചില എക്സ്പെരിമെന്റൽ ഔട്ട്കംസ് വിശദീകരിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഉണ്ട് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇലക്ട്രോണിന്റെ പൊസിഷൻ ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ യു വിൽ ഓൾവേസ് ഫൈൻഡ് ഇറ്റ് അറ്റ് വൺ പെർട്ടിക്കുലർ, ഒന്നിലധികം സ്ഥാനങ്ങളിലല്ല. പൊസിഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എപ്പോഴും
ഒരേ പോയിന്റിൽ തന്നെയാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, so if you measure the position, it's always at one of the possible positions. ഉദാഹരണത്തിന് നമ്മൾ ഇതാണ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ആണ്, ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ്, ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പൊസിഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ, സിസ്റ്റത്തിന്റെ പൊസിഷൻ ആക്ച്വലി നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ, യു വിൽ എയ്തർ ഫൈൻഡ് ഇറ്റ് അറ്റ് പോയിന്റ് എ ഓർ അറ്റ് പോയിന്റ് ബി. ഓക്കെ, നെവർ അറ്റ് പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. പക്ഷെ മെഷർമെന്റിന് മുമ്പ് എന്താണ്, ഇറ്റ്സ് അറ്റ് പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ, പല എക്സ്പെരിമെന്റൽ, ബാക്കിയുള്ള എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസ് ഒക്കെ നമുക്ക് വിശദീകരിക്കണമെങ്കിൽ ഇലക്ട്രോൺ ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഒരുമിച്ചാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ശരിയാണെന്ന് അസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ, ബട്ട് വെൻ യു മേക്ക് എ മെഷർമെന്റ്, ഇറ്റ്സ് ഓൾവേസ് either at A or at B. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് പ്രഡിക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, എ എന്നുള്ള പൊസിഷനിൽ കാണാനുള്ള പ്രോബബിലിറ്റി, അതുപോലെ ബി എന്നുള്ള പൊസിഷനിൽ കാണാനുള്ള പ്രോബബിലിറ്റി, അതുപോലെ വേറെ അനേകം പൊസിഷൻസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് ക്വാണ്ടം മെക്കാനിക്സ് പ്രഡിക്ട് ചെയ്യുന്നത്. Quantum mechanics predicts the probability for measurements. Okay, ഇതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ഫണ്ടമെന്റലി പ്രോബബിലിസ്റ്റിക് ആണ്. പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് ആണ് ക്വാണ്ടം മെക്കാനിക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മെഷർമെന്റ് നടത്തി, സിസ്റ്റം ഈ സ്റ്റേറ്റിലാണ്, വി മേഡ് എ മെഷർമെന്റ് ഓൺ ദ ഇലക്ട്രോൺ ദാറ്റ്സ് ഓൺ ദിസ് സ്റ്റേറ്റ് ആൻഡ് ലെറ്റ്സ് സേ ദാറ്റ് വി ഫൗണ്ട് ഇറ്റ് അറ്റ് പോയിന്റ് എ. പോയിന്റ് എ എന്നുള്ള സ്ഥാനത്താണ് അതിനെ കണ്ടത്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്, യൂഷ്വലി കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ പല ഇന്റർപ്രിറ്റേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. വി സേ ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ ഹാസ് കൊളാപ്സ്ഡ് ഡ്യൂറിംഗ് മെഷർമെന്റ്. ഇതാണ് മെഷർമെന്റ് പ്രോബ്ലം നോക്കുന്നത്. ആദ്യം നമ്മൾ സൂപ്പർ പൊസിഷൻ കണ്ടു, രണ്ടാമത്തെ മെഷർമെന്റ് പ്രോബ്ലം ആണ്. മെഷർമെന്റ് പ്രോബ്ലം ഇതാണ്, നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് A+B ആണ്, പക്ഷെ മെഷർ ചെയ്യുമ്പോൾ യു വിൽ either ഫൈൻഡ് ഇറ്റ് അറ്റ് A or B. A or B എന്ന് പറഞ്ഞു എയിലാണെന്ന് കരുതുക. സപ്പോസ് വി ഫൈൻഡ് ഇറ്റ് അറ്റ് പൊസിഷൻ A. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് മെഷർ ചെയ്യുന്നതിന് മുമ്പുള്ള സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് S ആയിരുന്നു, മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ സ്റ്റേറ്റ് ഹാസ് റെഡ്യൂസ്ഡ് ഓർ കൊളാപ്സ്ഡ് ടു A. ഓക്കെ, അതായത് A+B എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് സിസ്റ്റം കൊളാപ്സ് ചെയ്തു. ഇലക്ട്രോൺ, ദ വേവ് ഫംഗ്ഷൻ ഹാസ് കൊളാപ്സ്ഡ് ഓർ റെഡ്യൂസ്ഡ്, റിഡക്ഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ അല്ല കൊളാപ്സ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കൊളാപ്സ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങളിൽ കടന്നു വരുന്ന ഒരു കാര്യമല്ല, അത് നമ്മളുടെ ഒബ്സർവേഷനും അതുപോലെ നേച്ചറിന്റെ, ക്വാണ്ടം മെക്കാനിക്സിന്റെ മാത്തമാറ്റിക്സ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് ആൻ എക്സ്ട്രാ കോൺസെപ്റ്റ്. വേവ് ഫംഗ്ഷൻ ഓഫ് കൊളാപ്സ് എന്ന് പറയുന്നൊരു എക്സ്ട്രാ കോൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് രണ്ട് കാര്യങ്ങൾ, മെഷർമെന്റ് പ്രോബ്ലം, അതുപോലെ മെഷർമെന്റ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, അതുപോലെ മെഷർമെന്റ് പ്രോബ്ലം. Now we can safely say that no one understands this. Okay, അപ്പോൾ ഫൈൻമാനെ പോലുള്ള ആൾക്കാർ no one understands quantum mechanics എന്ന് പറഞ്ഞപ്പോൾ അവർ ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇത് ആക്ച്വലി വാട്ട് ഡസ് ദിസ് മീൻ അബൌട്ട് നേച്ചർ എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ മാത്തമാറ്റിക്സ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻസ് മുന്നോട്ട് വെക്കേണ്ടതെന്ന് അറിയാം, ബട്ട് ദീസ് തിങ്സ് വി ഡോണ്ട് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളാണ് എർവിൻ ഷ്രോഡിംഗർ. വേവ് മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു രീതിയിലാണ് ക്വാണ്ടം മെക്കാനിക്സിനെ ആദ്യം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇക്വേഷൻസിൽ തന്നെ ഈ ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇനീഷ്യലി സൂപ്പർ സ്റ്റേറ്റ് ആണ്, അതേസമയം മെഷർമെന്റ് നടത്തുമ്പോൾ അത് കൊളാപ്സ് ചെയ്യും. ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇക്വേഷനിൽ നിന്ന് തന്നെ പിന്നീട് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ആക്ച്വലി ഷ്രോഡിംഗറിന് ആദ്യത്തെ സമയത്ത് ഇഷ്ടപ്പെട്ടില്ല. ഹി ഡിഡ്ന്റ് ലൈക്ക് ദിസ്. അതായത് ഈ വേവ് ഫംഗ്ഷൻ ആക്ച്വലി ഇത്തരം പ്രോബ്ലംസ് ഹൈസൻബർഗിന്റെ അതിന് മുമ്പുള്ള മാട്രിക്സ് മെക്കാനിക്സ് എന്നുള്ള ഒരു ഫോർമുലേഷൻ ഉണ്ടായിരുന്നു. അതിലുള്ള ഇത്തരം പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷ്രോഡിംഗർ സ്വന്തമായിട്ടുള്ള വേവ് മെക്കാനിക്സ് എന്നുള്ള ഒരു ഫോർമുലിസം മുന്നോട്ട് വെച്ചത്. പക്ഷെ ഈ ഫോർമുലിസത്തിന്റെ ഉള്ളിലും ഇതേ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. അപ്പൊ ഇതിന്റെ വിയേർഡ്നെസ്, ഇതിന്റെ ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷ്രോഡിംഗർ മുന്നോട്ട് വെച്ചൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണ് ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിന്റെ കേസിലാണ്. ഈ ഇലക്ട്രോണിന്റെ കേസിൽ അല്ലെങ്കിൽ സബാറ്റോമിക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മൈക്രോസ്കോപ്പിക് ലോകത്തേക്ക് നമ്മൾ മാഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ ഏത് തരം റിസൾട്ട്സ് ആയിരിക്കും കിട്ടുക എന്നുള്ളത് കാണിക്കുന്ന ഒരു തോട്ട് എക്സ്പെരിമെന്റ്, ഒരു ചിന്താപരീക്ഷണമാണ്. ഈ ചിന്താപരീക്ഷണത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇതാണ്, മൈക്രോസ്കോപ്പിക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ മൈക്രോസ്കോപ്പിക് ലോകത്തിലേക്ക് മാഗ്നിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, ഇതിന്റെ ലോജിക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ബോക്സ് ഉണ്ട്. ദിസ് ഇസ് ആൻ ഐസൊലേറ്റഡ് ബോക്സ്. ഐസൊലേറ്റഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസിൽ നിന്ന് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഐസൊലേറ്റ് ചെയ്തൊരു ബോക്സ് ആണിത്. there is no interaction with the outside world. Okay, thought experiment ആയതുകൊണ്ട് we can make it as ideal as we want. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരു സയനൈഡ് ബോട്ടിൽ ഉണ്ട്. സയനൈഡ് ബോട്ടിലുള്ളത് സയനൈഡ് ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് സേഫ്ലി സീൽഡ് ആണ്. ദിസ് ഇസ് സേഫ്ലി സീൽഡ്. ഇവിടെ സംഭവിക്കുന്നത് ഈ സയനൈഡ് ബോട്ടിൽ പൊട്ടുകയാണെങ്കിൽ
പൂച്ച ചാകും. ക്യാറ്റ് വിൽ ഡൈ ഇഫ് ദ സൈനൈഡ് ബോട്ടിൽ ബ്രേക്സ്. കാരണം സൈനൈഡ് ബോട്ടിൽ പൊട്ടുകയാണെങ്കിൽ ഇതിലുള്ള ഗ്യാസ്, സൈനൈഡ് ഗ്യാസ് ഈ ബോക്സിൽ ഫില്ല് ചെയ്യും ആൻഡ് ദ ക്യാറ്റ് വിൽ നാച്ചുറലി ഡൈ. ഷ്രോഡിംഗർ മുന്നോട്ട് വെച്ച ഐഡിയ ഇതാണ്, ഈ സൈനൈഡ് ബോട്ടിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ട്രിഗർ യൂസ് ചെയ്യണം. ഉദാഹരണത്തിന് ഒരു ഡീകേ ഓഫ് ആൻ ആറ്റം, ഒരു സിംഗിൾ ആറ്റം ഡീകേ ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങൾ അനുസരിച്ചാണ്, അതുകൊണ്ട് തന്നെ പ്രോബബിലിസ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ആറ്റം ഉണ്ട്, സിംഗിൾ ആറ്റം ഇൻ ദിസ് ബോക്സ്. ഇത് റേഡിയോ ആക്റ്റീവ് ആറ്റമാണ്. റേഡിയോ ആക്റ്റീവ് ആറ്റത്തിനെ കുറിച്ച് നമുക്കറിയാം, എമിറ്റ്സ് റേഡിയേഷൻസ്. ഇത് റേഡിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പ്രോബബിലിസ്റ്റിക് ആണ്. ഒരു സിംഗിൾ ആറ്റം എപ്പോഴാണ് റേഡിയേറ്റ് ചെയ്യാന്ന് പറയാൻ കഴിയില്ല, പ്രോബബിലിറ്റീസ് മാത്രം നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതിൽ സിംഗിൾ റേഡിയോ ആക്റ്റീവ് ആറ്റം ഉണ്ട്. ഈ റേഡിയോ ആക്റ്റീവ് ആറ്റം റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്. ഡിറ്റക്ടർ വിൽ ഡിറ്റക്ട് ദ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു ഹാമർ ഉണ്ട്, ചുറ്റുക. ഓക്കെ, ചുറ്റുക ഈ സൈനൈഡ് ബോട്ടിലിന്റെ മുകളിലേക്ക് വീഴും. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ആറ്റം റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സൈനൈഡ് ബോട്ടിൽ പൊട്ടും ഈ അറേഞ്ച്മെന്റിൽ ആൻഡ് ദ ക്യാറ്റ് വിൽ ഡൈ. ആറ്റം ഡീകേ ചെയ്യുന്നില്ലെങ്കിൽ ദിസ് ഇസ് ഫൈൻ, സൈനൈഡ് ബോട്ടിൽ അങ്ങനെ തന്നെ ഇരിക്കും, ആൻഡ് ദ ക്യാറ്റ് വിൽ ബി അലൈവ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച്, ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെങ്കിൽ, സൂപ്പർ പൊസിഷൻ ശരിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞുള്ള ആറ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡീക്കേഡ്, ഞാൻ ഇങ്ങനെ എഴുതാം, ഡീക്കേഡ് എന്നുള്ളതിന് ഡി എന്ന് എഴുതാം, ഡി പ്ലസ് നോട്ട് ഡീക്കേഡ് എന്നുള്ളതായിരിക്കും. ഓക്കെ, ആറ്റത്തിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡീക്കേഡ് പ്ലസ് നോട്ട് ഡീക്കേഡ് എന്നായിരിക്കും. നമ്മൾ ക്ലാസിക്കൽ ഫിലോസഫർ അല്ലെ ക്ലാസിക്കൽ ഫിസിസിസ്റ്റിനോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പരിചയമില്ലാത്ത ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ പൂച്ചയുടെ സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയും atom is either decayed or not decayed. Atom decay ചെയ്തിട്ടുണ്ടെങ്കിൽ the cat will be dead. Atom decay ചെയ്തിട്ടില്ലെങ്കിൽ cat will be alive എന്നുള്ളത്. Alright, we'll say that the cat is either dead or alive. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ആറ്റത്തിന്റെ സ്റ്റേറ്റ് ഡീക്കേഡ് ഓർ നോട്ട് ഡീക്കേഡ് അല്ല, ഡീക്കേഡ് ആൻഡ് നോട്ട് ഡീക്കേഡ് ആണ്. ഇതാണ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, the atom is decayed and not decayed at the same time. അങ്ങനെയാണ് പൂച്ചയുടെ അവസ്ഥ എന്താണ്? It will be dead and alive. Okay, the cat would be, if quantum mechanics is true, Schrödinger says that if quantum mechanics is true, then you can imagine a situation where a cat is dead and alive at the same time. And do you believe this? ഇതാണ് ഷ്രോഡിംഗർ ചോദിക്കുന്നത്. Okay, do you actually accept this? ഇതാണോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഷ്രോഡിംഗർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. Okay, so Schrödinger says if quantum mechanics is true, then you can imagine a situation where a cat is dead and alive at the same time. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഇത് കേൾക്കുന്നവരുടെ ഇടയിൽ ക്യാറ്റ് ലവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ക്യാറ്റ് എലൈവ് ഡെഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാം. നമുക്ക് എസ്ലീപ്പ് അവേക്ക് എന്ന് പറയാം. ക്യാറ്റ് ക്യാൻ ബി എസ്ലീപ്പ് ആൻഡ് അവേക്ക് അറ്റ് ദ സെയിം ടൈം. അതായത് ഇവിടെ സൈനൈഡ് ഗ്യാസിന് പകരം സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ചാണ്. ഇത് ആക്ച്വലി ഷോൺ കാരോൾ, തിയററ്റിക്കൽ ഫിസിസിസ്റ്റും സയൻസിന്റെ പോപ്പുലറൈസറുമാണ്. ഇദ്ദേഹം പല ടോക്കുകളിലും പറയുന്ന ഒരു കാര്യമാണ്, ക്യാറ്റിനെ നമ്മൾ കൊല്ലേണ്ട ആവശ്യമില്ല, സ്ലീപ്പിംഗ് ഗ്യാസ് വെച്ചാൽ പോരാ. ഐ തിങ്ക് ഹി ഹാസ് എ പോയിന്റ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം എലൈവ് ഡെഡ് എന്നുള്ളതിന് പകരം എസ്ലീപ്പ് അവേക്ക് എന്നുള്ളത് ഉപയോഗിക്കാം. ഇവിടെ സൈനൈഡ് ഗ്യാസിന് പകരം സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് പൂച്ചയുടെ ആക്ച്വൽ ഇതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സിംപ്ലിസിറ്റിക്ക് വേണ്ടി തോട്ട് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് വിൽ അസ്യൂം ദാറ്റ് ദ ക്യാറ്റ് വിൽ നോട്ട് സ്ലീപ്പ് വിത്തൗട്ട് ദ ഗ്യാസ്. അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു ചോദ്യം വരാവുന്നത്, ഈ ബോട്ടിൽ പൊട്ടാതെ തന്നെ പൂച്ച ഉറങ്ങിപ്പോയ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ആ പോസിബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്യാണ്. തോട്ട് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് വി ആർ അലൗഡ് ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദ ക്യാറ്റ് വിൽ നോട്ട് സ്ലീപ്പ് വിത്തൗട്ട് ദ ഗ്യാസ്. ഗ്യാസ് വന്നാൽ മാത്രം പൂച്ച സ്ലീപ്പ് ആവുള്ളൂ. ഓക്കെ, അതുപോലെ വേറെ അസംഷൻ, സിംപ്ലിഫൈങ് അസംഷൻ ഇതാണ്, എസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുള്ളി എസ്ലീപ്പ്. ഓക്കെ, പാതി മയക്കം അങ്ങനെയൊന്നല്ല, ഇറ്റ്സ് ഫുള്ളി എസ്ലീപ്പ്, ലൈക്ക് അൺകോൺഷ്യസ്, ഒരു കോമയിലായതുപോലെ കംപ്ലീറ്റ്ലി എസ്ലീപ്പ് ആണ്. awake stands for fully awake and active. ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സ് ഉള്ളൂ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. ഈ അസംഷൻ ഇല്ലെങ്കിൽ ഈ ആർഗ്യുമെന്റ് വർക്ക് ചെയ്യും. ബട്ട് ദിസ് ഇസ് ഈസിയർ, കാരണം രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സ് ഉള്ളെങ്കിൽ ഇറ്റ്സ് ഈസിയർ ടു സേ. ഓക്കെ, അതുകൊണ്ട് രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സ് ഉള്ളൂ, ഇറ്റ്സ് എയ്തർ awake or active. സോ ഇറ്റ്സ് എയ്തർ asleep or awake. ഓക്കെ, പാതി മയക്കത്തിലിരിക്കുക, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാണ്, കാരണം നമ്മുടെ ഡിസ്കഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. സോ ദിസ് ഇസ് ദ ലാംഗ്വേജ് ദാറ്റ് വിൽ യൂസ് നൗ. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയ ലാംഗ്വേജ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ക്യാറ്റിന്റെ ഒരു പോസിബിൾ സ്റ്റേറ്റ് ഇതാണ്. ഓക്കെ, ഇറ്റ്സ് awake. ഇവിടെ കാണിച്ചിരിക്കുന്ന ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന ക്യാറ്റ് awake ക്യാറ്റിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ്. ഇത് asleep ക്യാറ്റിന് കറസ്പോണ്ട് ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, മെഷർമെന്റിന് മുമ്പുള്ള ക്യാറ്റിന്റെ ഒരു പോസിബിൾ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം awake and asleep at the same time എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ A+B എന്ന് പറഞ്ഞ പോലെ awake and asleep at the same time. Alright, now there is something, okay, even if you accept this, a cat can be awake and asleep at the same time എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ
കൂടുതൽ വിയേർഡ് ആയിട്ടുള്ള കാര്യം ഇതാണ്. When you make a measurement, you can never see the cat awake and asleep at the same time. You will see that under a measurement, the wave function will collapse. Okay, അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊളാപ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊളാപ്സ് ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഒരു സ്റ്റേറ്റിലേക്കാണ് കൊളാപ്സ് ചെയ്തതെന്ന് കരുതുന്നത്. അതായത് നമ്മൾ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ awake ആയിട്ടുള്ള ക്യാറ്റിനെയാണ് കണ്ടതെന്ന്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. Before measurement, the cat is awake and asleep at the same time. After measurement, the wave function of the cat has collapsed to the awake state. This, I'm just introducing the language that we'll be using to talk about these things. നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൂച്ചയുടെ കാര്യം പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഈസിയർ ടു അപ്രീഷിയേറ്റ്. ഇതിന്റെ വിയർഡ്നെസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ ആ ലാംഗ്വേജ് ഇന്റേണലൈസ് ചെയ്യാനും എളുപ്പമാണ്. ദാറ്റ്സ് ദ റീസൺ വൈ വി ആർ യൂസിങ് ദിസ് കൈൻഡ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞ കാര്യം, ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു കടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ഒളിച്ചു കടത്തുക. ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി ട്രൂ അല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രൂ അല്ല. ഓക്കെ, ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്നുള്ളൊരു ഫിനോമിനനാണ്. അപ്പൊ ഈ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് അനുസരിച്ച്, ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഈ പൂച്ചയുടെയും ആറ്റത്തിന്റെയും സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ടല്ല ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. പൂച്ചയ്ക്കും ആറ്റത്തിനും സെപ്പറേറ്റ് വേവ് ഫംഗ്ഷൻസ് ഇല്ല. ഓക്കെ, അതായത് quantum mechanics gives the wave function of the combined system. ഇതാണ് quantum entanglement എന്ന് പറയുന്നത്. Okay, so we'll try to understand this a little bit better. നമ്മൾ പറഞ്ഞു not decayed ആണെങ്കിൽ പൂച്ച awake ആണ്. Okay, ആറ്റത്തിന്റെ സ്റ്റേറ്റ് not decayed ആണെങ്കിൽ cat is awake, decayed ആണെങ്കിൽ cat is asleep എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ ആറ്റം പ്ലസ് ക്യാറ്റ് എന്നുള്ള കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഇതിന്റെ സെപ്പറേറ്റ് വേവ് ഫംഗ്ഷൻസ് അല്ല, സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് അല്ല. ഓക്കെ, അത് ആക്ച്വലി ഇങ്ങനെ എഴുതുന്നതിന് പകരം കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട്, റൈറ്റ്, ഈ ഞാൻ എഴുതിയ സ്റ്റേറ്റിനെക്കാളും കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ആറ്റത്തിന്റെയും പൂച്ചയുടെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതായത് ഒരു ബ്രാഞ്ചിൽ, ഇത് നമുക്ക് വേവ് ഫംഗ്ഷന്റെ ബ്രാഞ്ചസ് എന്ന് വിളിക്കാം. വി ക്യാൻ കോൾ ദിസ് ആസ് ദ ബ്രാഞ്ചസ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ. ഒരു ബ്രാഞ്ചിൽ ആറ്റം നോട്ട് ഡീക്കേഡ് ആണ്, ആ ബ്രാഞ്ചിൽ ക്യാറ്റ് ഈസ് അവേക്ക്. ഓക്കെ, വേറെ പോസിബിൾ ബ്രാഞ്ചും കൂടെ ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്ത, നമ്മൾ എടുത്ത അസംഷൻസ് അനുസരിച്ച് വേറെ പോസിബിൾ ബ്രാഞ്ചും കൂടെ ഉണ്ട്. ആ ബ്രാഞ്ചിൽ ആറ്റം ക്യാൻ ബി ഡീക്കേഡ് ആൻഡ് ഇൻ ദാറ്റ് ബ്രാഞ്ച് the cat would be asleep. Okay, അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന ഈ വേവ് ഫംഗ്ഷൻ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. റൈറ്റ്, സെപ്പറേറ്റ് സിസ്റ്റംസിന്റെ വേവ് ഫംഗ്ഷൻ അല്ല, സെപ്പറേറ്റ് സിസ്റ്റംസിന്റെ സ്റ്റേറ്റ് അല്ല. ഓക്കെ, ഇതിനെയാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് വി സേ ദാറ്റ് ആറ്റം ആൻഡ് ക്യാറ്റ് ഫോം ആൻ എൻടാങ്കിൾഡ് സിസ്റ്റം. എൻടാങ്കിൾമെന്റ് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇവയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നിലനിൽപ്പില്ല. ആറ്റത്തിനെ കുറിച്ചോ ക്യാറ്റിനെ കുറിച്ചോ സെപ്പറേറ്റ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നില്ല. പക്ഷെ ആറ്റം ക്യാറ്റ് എന്നുള്ള കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. റൈറ്റ്, ഇത് ക്വാണ്ടം മെക്കാനിക്കൽ ക്യാറ്റ് ആണ്. അപ്പോൾ awake asleep എന്നുള്ളതിനെ മാത്തമാറ്റിക്കലായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ള സംശയം വരാം. ലെറ്റ്സ് നോട്ട് വറി അബൌട്ട് ദീസ് തിങ്സ്. ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എൻടാങ്കിൾമെന്റ് അല്ലെ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. വി സേ ദാറ്റ് ആറ്റം ആൻഡ് ക്യാറ്റ് ആർ എൻടാങ്കിൾഡ്. ആറ്റം, ക്യാറ്റ് എന്നിവ ഒരു എൻടാങ്കിൾഡ് സിസ്റ്റം ആണ് ഫോം ചെയ്യുന്നത് നമ്മൾ പറയും. അപ്പൊ മെഷർമെന്റ് നടത്തുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് മെഷർമെന്റ് നടത്തുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്ന ഇതാണ്, when you make a measurement, ഇവിടെ നമ്മൾ എഴുതി awake എന്നുള്ളതാണ് കണ്ടതെന്ന് പറഞ്ഞു. ഇതിന്റെ ആക്ച്വൽ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഇതാണ്. സ്റ്റേറ്റ് ആഫ്റ്റർ മെഷർമെന്റ് ബിക്കംസ് ആറ്റം ക്യാറ്റിന്റെ കമ്പൈൻഡ് സ്റ്റേറ്റ് ആണ് റെഡ്യൂസ് ആയത്. കമ്പൈൻഡ് സ്റ്റേറ്റ് ആഫ്റ്റർ മെഷർമെന്റ് ബിക്കംസ് നോട്ട് ഡിക്കേഡ് ആൻഡ് awake. This is awake cat. അപ്പം മെഷർമെന്റ് നടത്തിയപ്പോൾ ആക്ച്വലി സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യമാണ്. This is the state after measurement of the combined system. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്പൂക്കി ആക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള പോസിബിലിറ്റി വരുന്നത്. ഓക്കെ, ഇത് ഐൻസ്റ്റൈൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട വിമർശകനായിരുന്നു. അതിൽ ഷ്രോഡിംഗർ. ഓക്കെ, അപ്പൊ ഇവർ ഒരു പേപ്പർ മുന്നോട്ട് വെച്ചു, ഐൻസ്റ്റൈൻ പൊഡോൾസ്കി റോസൻ പേപ്പർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ബേസിക് ലോജിക് ഇതായിരുന്നു, എൻടാങ്കിൾമെന്റ് എന്നുള്ള ഫിനോമിനൻ ബേസ്ഡ് ആണ് ഇവരുടെ ആർഗ്യുമെന്റ് ഇവർ മുന്നോട്ട് വെച്ച്. നമ്മുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മെഷർമെന്റിന് മുമ്പ് നമ്മൾ പറഞ്ഞു ക്യാറ്റ് ആറ്റം സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ഇതാണ്, നോട്ട് ഡീക്കേഡ് awake പ്ലസ് ഡീക്കേഡ് asleep. ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷന്റെ രണ്ട് ബ്രാഞ്ചസ്. EPR ആർഗ്യുമെന്റ് ഇതാണ്. നൗ സെപ്പറേറ്റ്, ഇപ്പൊ ക്യാറ്റിനെ കുറിച്ചല്ല EPR പറഞ്ഞത്, EPR പേപ്പറിൽ പറഞ്ഞ പൊസിഷനെയും മൊമെന്റത്തെയും കുറിച്ചാണ്. ആർഗ്യുമെന്റ് നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു EPR, നൗ യു സെപ്പറേറ്റ് ദ ക്യാറ്റ് ആൻഡ് ദ ആറ്റം വിതൗട്ട് മേക്കിംഗ് എ മെഷർമെന്റ്. അതായത് നമുക്കറിയാം, according to quantum mechanics, this is the state of the atom cat system. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്.
Alright. ഇനി ഇത് ശരിയാണെങ്കിൽ ഐൻസ്റ്റൈൻ പറയുന്നത് then there are so many problems. ഇത് ശരിയാണെങ്കിൽ now imagine that you separate the atom and the cat without making a measurement. നമുക്കറിയാം കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് എന്നാണ് ഒരു ക്വാണ്ടം ഫിസിസിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തന്നത്. Okay. Now Einstein or EPR says you separate the atom and the cat. Right. അപ്പോൾ ഒരു cat എർത്തിൽ തന്നെ നിൽക്കട്ടെ. Take the atom to the International Space Station or to some other galaxy, even better. Right? Take the atom to some other galaxy. നമ്മൾ മെഷർമെന്റ് നടത്താത്തിടത്തോളം കാലം അപ്പോഴും ആറ്റം കാറ്റ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ഇത് തന്നെയാണ്. Right? അതായത് സ്പേഷ്യൽ ഇവിടെ എവിടെയും സ്പേഷ്യൽ സെപ്പറേഷനെ കുറിച്ച് പറയുന്നില്ല. ഈവൻ ഇഫ് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ആറ്റത്തിനെ let's say take it to some other galaxy, cat is on Earth. We have spatially separated them. Spatially separated ആണെങ്കിലും ഈ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഇത് തന്നെയാണ്. Alright? Okay. So this is basic argument. Take the atom to the space station and leave the cat on Earth, still isolated. ഇനി പറയുന്നത് measure the atom once it reaches moon. നമ്മൾ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ I think I confused it. അപ്പൊ മൂൺ ചന്ദ്രനിലേക്കാണ് പോയത്. ഇനി നമ്മൾ ആറ്റത്തിൽ മെഷർമെന്റ് നടത്തുന്നത് ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞ് മാത്രമാണ്. അപ്പം നമ്മൾ മെഷർമെന്റ് നടത്തിയപ്പോൾ നോട്ട് ഡീക്കേഡ് എന്നാണ് കണ്ടതെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് കാറ്റിന്റെ സ്റ്റേറ്റ് അവേക്ക് ആണ്. റൈറ്റ്? കാരണം നമ്മൾ ആറ്റത്തിൽ മാത്രമാണ് നമ്മൾ മെഷർമെന്റ് നടത്തിയത്. ആറ്റം നോട്ട് ഡീക്കേഡ് എന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ദ സിസ്റ്റം ഹാസ് കൊളാപ്സ് ടു ദിസ് ബ്രാഞ്ച് ഓഫ് ദ വേവ് ഫംഗ്ഷൻ. ഈ ഒരു ബ്രാഞ്ചിലേക്കാണ് കൊളാപ്സ് ചെയ്തത്. മെഷർ ചെയ്യുന്നതിന് മുമ്പുള്ള ബ്രാഞ്ച് ഇതാണ്. Okay, when you make a measurement on the atom alone, which is on moon, instantaneously you know that the cat is awake. Instantaneously നമുക്കറിയാം ക്യാറ്റ് എർത്തിൽ ഒരാൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ക്യാറ്റ് awake ആയിട്ടായിരിക്കും കാണപ്പെടുക എന്നുള്ളത് അറിയാം. ഓക്കെ, അതായത് മെഷർ ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് സ്റ്റേറ്റ്. ഇതിൽ സംശയം വെക്കാൻ പാടില്ല. ദിസ് ഇസ് വൺ ഓഫ് ദി ബേസിക് ഐഡിയാസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ഇത് ശരിയാണെങ്കിൽ we can collapse or we can change the state of the cat. Okay, ഈ ലാംഗ്വേജിൽ കുറച്ച് ഇന്നക്വറസ് ഉണ്ട്, ബട്ട് ഐ വിൽ ജസ്റ്റ് യൂസ് ഇറ്റ്. ഈ ക്യാറ്റിന്റെ സ്റ്റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ? ആറ്റത്തിനെ മെഷർ ചെയ്യുന്നതിലൂടെ. ഈവൻ ദോ ആറ്റം ആൻഡ് ക്യാറ്റ് ആർ സെപ്പറേറ്റ്, ആറ്റം ക്യാറ്റ് എന്നിവ ലാർജ് ഡിസ്റ്റൻസ് എപ്പാർട്ട് ആണെങ്കിലും ആറ്റത്തിൽ നടത്തുന്ന മെഷർമെന്റിലൂടെ ക്യാറ്റിന്റെ സ്റ്റേറ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. റൈറ്റ്? ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന മെഷർമെന്റ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ മെഷർമെന്റ് ഔട്ട്കംസ് are not determined. Quantum mechanics അനുസരിച്ച് measurement outcomes are not determined beforehand. Measurement നടത്തുന്ന measurement outcomes completely determined അല്ല, they are indeterminate. Okay, പക്ഷേ ഈ ആറ്റത്തിൽ നടത്തുന്ന മെഷർമെന്റിലൂടെ ക്യാറ്റിന്റെ വേവ് ഫംഗ്ഷൻ കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇവിടെ ഇന്നക്വറസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാറ്റിനും ആറ്റത്തിനും വേറെ വേറെ വേവ് ഫംഗ്ഷൻ ഇല്ല എന്നുള്ളത്. ബട്ട് ലെറ്റ് മീ യൂസ് ദി ഇന്നക്വറേറ്റ് ലാംഗ്വേജ് ജസ്റ്റ് ടു ഗെറ്റ് ദ ഐഡിയ അക്രോസ്. ഓക്കെ, അതായത് ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്യാറ്റിന്റെ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യാൻ കഴിയും. Even though cat and atom are light years apart. Okay, all right. For quantum mechanics അനുസരിച്ച് നമ്മൾ ആറ്റത്തിനെ നോട്ട് ഡീക്കേഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ we know instantaneously that the state of cat on earth has changed. All right. So this means that there's an instantaneous change to the cat state when a measurement is made on atom which is on the moon. I think I confused here. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് according to quantum mechanics, ആറ്റത്തിന്റെ മുകളിൽ നമ്മൾ മെഷർമെന്റ് നടത്തിയതിലൂടെ ക്യാറ്റിന്റെ സ്റ്റേറ്റ് ഇൻസ്റ്റന്റേനിയസ്ലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. Okay, this is what quantum mechanics seems to predict. Okay, now we could study a large number of measurements on the same kind of system. Okay, ഇന്ന് നമ്മൾ ചെയ്യുന്നത് we prepare a large number of identical systems. അതായത് ക്യാറ്റ് ആറ്റം, ഒരു സിംഗിൾ ക്യാറ്റും ഒരു സിംഗിൾ ആറ്റവും ഉള്ള പല പല സിസ്റ്റംസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ മെഷർമെന്റ്സ് നമ്മൾ സെപ്പറേറ്റ്ലി ടാബുലേറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് വാട്ട്സ് ഹാപ്പനിങ്. ഈ ഓരോ ബോക്സിലും cat atom system ആണ്, like സിംഗിൾ ക്യാറ്റും സിംഗിൾ ആറ്റവും ആണ്. Okay, for all purposes this cat and atom are completely identical. So this is one cat atom system, this is another one, this is another one, etc. All right, and after doing this, okay, by some method you take the atom to the moon. ആറ്റത്തിനെ നമ്മൾ ചന്ദ്രനിലേക്ക് കൊണ്ടുപോവുകയാണ്. The cat remains on the earth. All right, ഇനി എന്താണ് മൂണിലുള്ള ഒരാൾ ആറ്റംസിൽ മാത്രമാണ് മെഷർമെന്റ്സ് നടത്തുന്നത്. എർത്തിലുള്ള ഒരാള് ക്യാറ്റിന്റെ മുകളിൽ മാത്രമാണ് മെഷർമെന്റ്സ് നടത്തുന്നത്. അതായത് എർത്തിലുള്ള ആള് ബോക്സ് തുറന്നിട്ട് ക്യാറ്റ് awake ആണോ സ്ലീപ്പ് ആണോ നോക്കും. മൂന്നിലുള്ള ആള് ആറ്റത്തിനെ മെഷർ ചെയ്തിട്ട് ഡീക്കേ ചെയ്തിട്ടുണ്ടോ അതോ നോട്ട് ഡീക്കേഡ് ആണോ എന്ന് മാത്രമാണ് നോക്കുന്നത്. റൈറ്റ്? അപ്പൊ ഇത് കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടാണ് കാണുന്നത്. ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ക്യാറ്റ് awake ആയിരിക്കും, വേറെ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ സ്ലീപ്പ് ആയിരിക്കും, അങ്ങനെ. അതുപോലെ മൂന്നിൽ നമ്മൾ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി റാൻഡം ആയിരിക്കും. ആറ്റം ചില കേസിൽ ആറ്റം ഡീക്കേ ചെയ്തിട്ടുണ്ടാവും, മറ്റു ചില കേസസിൽ ആറ്റം ഡീക്കേ ചെയ്തിട്ടുണ്ടാവും.
ഇത് കംപ്ലീറ്റ്ലി റാൻഡം ആണ്. നത്തിങ് ഗോയിങ് ഓൺ ടിൽ നൗ. ചന്ദ്രനെ ഇയാൾ തിരിച്ചു വന്നിട്ട് ഇവരുടെ മെഷർമെന്റിന്റെ റിസൾട്ട്സ് പരസ്പരം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇവരുടെ റിസൾട്ട് ടാബുലേറ്റ് ചെയ്തു. ആദ്യത്തെ തവണ ക്യാറ്റ് അവേക്ക് ആണ്, ഭൂമിയിലുള്ള ആൾ പറയുന്നത്. അടുത്ത തവണ തുറന്നു നോക്കിയപ്പോൾ വീണ്ടും ക്യാറ്റ് അവേക്ക് ആണ്. അടുത്ത തവണ തുറന്നു നോക്കിയപ്പോൾ ക്യാറ്റ് സ്ലീപ്പ് ആണ്. ഇങ്ങനെയുള്ള റിസൾട്ട്സ് ഇയാൾ ടാബുലേറ്റ് ചെയ്യാണ് 1, 2, 3 എന്ന് എഴുതിയിട്ട്. മൂണിലുള്ള ആള് സ്വന്തം ആറ്റത്തിന്റെ മുകളിലുള്ള മെഷർമെന്റ്സ് ടാബുലേറ്റ് ചെയ്യാണ്, ഡീക്കേഡ്, നോട്ട് ഡീക്കേഡ് എന്നിങ്ങനെ. ഓക്കെ, എന്നിട്ട് ഇവർ വന്ന് ഈ റിസൾട്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഇങ്ങനെയാണ് കാണുക. ഓക്കെ, അപ്പൊ ആറ്റം ഡീക്കേഡ് ആണെന്ന് കറസ്പോണ്ട് ചെയ്യുന്ന മെഷർമെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് എർത്തിന് നടത്തിയ മെഷർമെന്റ് നോക്കുകയാണെങ്കിൽ അവിടെ സ്ലീപ്പ് എന്നായിരിക്കും കാണാൻ കഴിയും. ഓക്കെ, യു സീ ദാറ്റ് ദെയർസ് എ കോറിലേഷൻ. എപ്പോഴൊക്കെ ഇവിടെ ഡീക്കേഡ് കിട്ടിയോ അപ്പോഴൊക്കെ എർത്തിലുള്ള ക്യാറ്റ് സ്ലീപ്പ് ആണെന്ന് കാണാൻ കഴിയും. നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ അവേക്ക് ആണ്, നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ അവേക്ക് ആണ്, ഡീക്കേഡ് ആണെങ്കിൽ സ്ലീപ്പ് ആണ്, ഡീക്കേഡ് ആണെങ്കിൽ സ്ലീപ്പ് ആണ്. റൈറ്റ്, സോ ദിസ് ഈ മെഷർമെന്റ് റിസൾട്ട്സ് ടാബുലേറ്റ് ഓരോ ബോക്സും സെപ്പറേറ്റ് ആയിട്ട് തുറന്നു നോക്കുകയാണ്. അതായത് ഒരു മെഷർമെന്റ് നടത്തി കഴിഞ്ഞാൽ സിസ്റ്റം നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. കാരണം ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ദ വേവ് ഫംഗ്ഷൻ ഹാസ് കൊളാപ്സ്ഡ്. ഓക്കെ, സിസ്റ്റം ഹാസ് സ്റ്റേറ്റ് ഹാസ് ചേഞ്ച്ഡ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഓരോ ഐഡന്റിക്കലി പ്രിപ്പയർഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് സിസ്റ്റംസിലാണ് മെഷർമെന്റ്സ് നടത്തുന്നത്. ഈ മെഷർമെന്റ്സിന്റെ റിസൾട്ട്സ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യു സീ ദാറ്റ് ദെയർസ് എ കോറിലേഷൻ ബിറ്റ്വീൻ ദ റിസൾട്ട്സ്. രണ്ടാളുടെ റിസൾട്ട്സ് തമ്മിലൊരു കോറിലേഷൻ ഉണ്ടെന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ ഡീക്കേഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും എർത്തിലുള്ളത് സ്ലീപ്പ് ആണെന്ന് കാണാൻ കഴിയും. അതിൽ നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോക്സിൽ ഉള്ള ക്യാറ്റ് അവേക്ക് ആണെന്ന് കാണാൻ കഴിയും. റൈറ്റ്, സോ ദിസ് എ പെർഫെക്റ്റ് കോറിലേഷൻ. റൈറ്റ്, ഈ ഒരു കോറിലേഷനാണ് നമ്മൾ എൻടാങ്കിൾമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈവൻ ഇഫ് നമ്മൾ ക്യാറ്റ് ആറ്റം എന്ന് പറയുന്നത് large distance, even light years, okay, even if they are separated by light years, when you make measurements and compare them, there's a correlation between the results. All right, അതായത് ഇത് separated ആണെങ്കിലും large distance separated ആണെങ്കിലും there remains a correlation. Okay, there remains a correlation. തമ്മിലൊരു correlation നിലനിൽക്കുന്നുണ്ട്. Quantum entanglement. All right, quantum entanglement, the correlation corresponding to quantum entanglement remains even if the system is separated by a large distance. Alright. So, ചോദ്യം ഇതാണ്, can the measurement on the space station or moon instantaneously change the cat from asleep plus awake to awake? നമ്മൾ പറഞ്ഞു before measurement asleep plus awake ആണ്. ഓക്കെ, അതുപോലെ മെഷർമെന്റ് നടത്തി കഴിയുമ്പോൾ awake ആയി. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ചേഞ്ചിന് കാരണമായിട്ട് നമുക്ക് തോന്നുന്നത് മൂണിൽ നമ്മൾ ആറ്റത്തിന്റെ മുകളിൽ നടത്തിയ മെഷർമെന്റ് ആണ്. Alright, so can the measurement on the moon instantaneously change the cat from asleep plus awake to awake or asleep? Okay, Einstein പറയുന്നു no, this is not possible. ഇത് പോസിബിൾ അല്ല. Okay, the speed of light is the maximum speed at which information can be transferred from one point to another. Okay, ഐൻസ്റ്റൈൻ ഇത് ഇമ്പോസിബിൾ ആണ് പറയാൻ കാരണം ഐൻസ്റ്റൈൻ തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്. അപ്പൊ ഐൻസ്റ്റൈന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ലൈറ്റിനേക്കാൾ സ്പീഡിൽ ഒന്നിനും ട്രാവൽ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇൻഫർമേഷൻ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ലൈറ്റിനേക്കാൾ സ്പീഡിൽ ട്രാവൽ ചെയ്യുക ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം വരാം, മൂന്നില് ആറ്റത്തിന്റെ മുകളിൽ നടത്തിയ മെഷർമെന്റ് എങ്ങനെയാണ് എർത്തിലുള്ള ക്യാറ്റ് അറിഞ്ഞത്? ഹൗ ഡിഡ് ദ ക്യാറ്റ് നോ ദിസ്? ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? ഐൻസ്റ്റൈൻ പറയുന്നത് ഇത് സംഭവിക്കണമെങ്കിൽ അവിടെ നിന്ന് എന്തോ ഒരു സിഗ്നൽ ഇങ്ങോട്ട് എത്തണം. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് ഇത് നടക്കുക എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ദ സിഗ്നൽ, ദ ഇൻഫർമേഷൻ ഹാസ് ട്രാവൽഡ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് സ്പീഡ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഐൻസ്റ്റൈന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇത് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ഇത് EPR പറയുന്നതാണ്, the only solution according to EPR is that the cat should have been alive even asleep. Okay, the cat should have been asleep even before measurement. Okay, and okay, so ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ലാംഗ്വേജ് അനുസരിച്ച് ഇങ്ങനെയാണ്. അത് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇമ്പോസിബിൾ ആണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക? ഓക്കെ, ഈ എക്സ്പെരിമെന്റ് എടുത്താണ് ഇങ്ങനെ റിസൾട്ട് ആണ് കിട്ടുക. then how can you explain this result? ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള സിഗ്നൽ, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് സിഗ്നൽ അവിടെ നിന്ന് ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യം എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാക്കി ഐൻസ്റ്റൈൻ കാണുന്ന പോസിബിലിറ്റി ഇതാണ്, നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്യാറ്റിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിൻഡ് ആയിരുന്നു, സ്പെസിഫിക് ആയിരുന്നു, ഇറ്റ് വാസ് എലൈവ് ഓർ ഡെഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് EPR ആർഗ്യുമെന്റ് പറയുന്നത്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് പൂച്ചയുടെ സ്റ്റേറ്റ് asleep plus awake എന്നുള്ളതാണ്. Okay, Einstein says that this is impossible. It should be either asleep or awake. അതായത് ഈ ഡിസ്ക്രിപ്ഷൻ, പൂച്ചയെ കുറിച്ചുള്ള ഈ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് വളരെ സക്സസ്ഫുൾ ആണെന്നും അതിന്റെ പ്രൊഡിക്ഷൻസ് വളരെ അക്യുറേറ്റ് ആണെന്നെല്ലാം ഐൻസ്റ്റൈൻ അറിയാം. പക്ഷെ ഐൻസ്റ്റൈൻ പറയുന്നത് ഈ ഒരു ആർഗ്യുമെന്റ് അനുസരിച്ച് ക്വാണ്ടം മെക്കാനിക്സ് ഇൻകംപ്ലീറ്റ് ആണ്. വി ഹാവ് ടു ഫൈൻഡ് എ കംപ്ലീറ്റ് തിയറി.
ഓക്കെ, ഐൻസ്റ്റൈൻ പറയുന്നത് നമുക്ക് ആക്സസിബിൾ അല്ലാത്ത ചില ഹിഡൻ വേരിയബിൾസ് ക്യാറ്റിന്റെ ആക്ച്വൽ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്, സ്ലീപ്പ് ഓർ അവേക്ക് എന്നുള്ള സ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ ചില ഹിഡൻ ആയിട്ടുള്ള നമുക്ക് ആക്സസിബിൾ അല്ലാത്ത ചില കാര്യങ്ങൾ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ക്വാണ്ടം മെക്കാനിക്സ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ. ഇതാണ് ഐൻസ്റ്റൈന്റെ വളരെ റഫായിട്ട് പറയുകയാണെങ്കിൽ EPR ആർഗ്യുമെന്റ്. ഓക്കെ, EPR കൺക്ലൂഷൻ ഇതാണ്: cat is actually alive or dead, but quantum mechanics says it's alive plus dead, so quantum mechanics must be incomplete. Right? Incomplete പക്ഷെ തെറ്റല്ല, not wrong, because quantum mechanics make correct predictions. Okay? Quantum mechanics തെറ്റാണെന്നല്ല ഐൻസ്റ്റൈൻ പറയുന്നത്, it's an incomplete description of nature എന്ന് മാത്രമാണ്. ഐൻസ്റ്റൈന്റെ ആർഗ്യുമെന്റ് ഇതാണ്: there must be hidden variables. Because they are hidden, we must be satisfied with superposition. Hidden ആയതുകൊണ്ട് സൂപ്പർപൊസിഷൻ പോലുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. Superposition is an incomplete description of quantum objects. So basically ഐൻസ്റ്റൈൻ പറയുന്നത് ഈ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നേച്ചറിന്റെ ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ അല്ല. ഓക്കെ, നമ്മുടെ നിവൃത്തികേട് കൊണ്ടാണ്, ഹിഡൻ വേരിയബിൾസ് നമുക്ക് ആക്സസിബിൾ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതൊരു വലിയ ഫിലോസോഫിക്കൽ ഡിബേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഫിലോസോഫിക്കൽ ഡിബേറ്റ്. കാരണം ഐൻസ്റ്റൈൻ പറയുന്ന ഹിഡൻ വേരിയബിൾസ് ഉണ്ട്, പക്ഷേ ഹിഡൻ വേരിയബിൾസ് നമുക്ക് ആക്സസിബിൾ അല്ല, പക്ഷെ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ ബോർ പറയുന്നത്, ഇത് ഒരു ഹിസ്റ്ററി, ക്വാണ്ടം മെക്കാനിക്സിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ ഐൻസ്റ്റൈൻ ബോർ ഡിബേറ്റ്സ് എന്ന് പറഞ്ഞ ഡിബേറ്റ്സ് സെറ്റ് ഓഫ് ഡിബേറ്റ്സ് ആണ്. ഓക്കെ, ഇത് തമ്മിൽ ഒരു ഫിലോസോഫിക്കൽ ഡിബേറ്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവർ രണ്ടാൾക്കാരും ഫിലോസഫിയിലൊക്കെ അത്യാവശ്യം താല്പര്യമുള്ള ആൾക്കാരാണ്, ഫിലോസഫിക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചുള്ള കാര്യമാണ്. അപ്പൊ ഈ പോയിന്റ് വരുന്നത് ഒരു ഫിലോസോഫിക്കൽ ഡിസ്കഷൻ മാത്രമാണ്. കാരണം ഐൻസ്റ്റൈൻ പറയുന്ന ഹിഡൻ വേരിയബിൾസ് ഉണ്ട്, നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതായത് മുറിയിൽ ഒരു ആനയുണ്ട്, പക്ഷെ നമുക്ക് അതിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സയന്റിഫിക് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. ഇറ്റ് റിമെയിൻസ് ഇൻ ദ റെൽം ഓഫ് ഫിലോസഫി. അവിടെയാണ് ജോൺ ബെല്ല് മുന്നോട്ട് വരുന്നത്. ജോൺ ബെല്ല് പറയുന്നത് ഡിബേറ്റ് ക്യാൻ ആക്ച്വലി ബി സെറ്റിൽഡ്. ഒരു ഫിലോസോഫിക്കൽ ഡിബേറ്റ് അല്ല, ഇതിനെ സയന്റിഫിക് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പൊ ഈ ഡിബേറ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് ത്രോ ഡൈസ്. ഇത് ഐൻസ്റ്റൈന്റെ ഒരു ഫിലോസോഫിക്കൽ പൊസിഷനാണ്. ഇവിടെ ഗോഡ് എന്ന് പറയുമ്പോൾ ഐൻസ്റ്റൈൻ പൊതുവെ സൂചിപ്പിക്കുന്ന ലോസ് ഓഫ് ഫിസിക്സ് എന്നുള്ളതാണ്. ലോസ് ഓഫ് ഫിസിക്സ് റാൻഡം ആയിരിക്കില്ല എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഐൻസ്റ്റൈന് നേച്ചറിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐൻസ്റ്റൈന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണിത്. ഓക്കെ, എല്ലാം റാൻഡം അല്ല, സ്പെസിഫിക് റൂൾസ് ആൻഡ് ഡിറ്റർമിൻഡ് ഔട്ട്കംസ് എന്നുള്ളതൊക്കെ ഐൻസ്റ്റൈന്റെ ഒരു ഫിലോസോഫിക്കൽ വ്യൂ പോയിന്റ് ആണ്. അപ്പൊ ബോർ പറയുന്ന ഐൻസ്റ്റൈൻ സ്റ്റോപ്പ് ടെല്ലിംഗ് ഗോഡ് വാട്ട് ടു ഡു. നീൽസ് ബോറിന്റെ ഫിലോസഫി കുറച്ച് ഡിഫറെന്റ് ആണ്. ഒരു എക്സാമ്പിൾ, ഈ ഐൻസ്റ്റൈൻ ബോർ ഡിബേറ്റിലുള്ള പല എക്സ്ചേഞ്ചസിൽ പൊതുവെ കോട്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഇത് ഇവിടെ ഇട്ടുന്നുള്ളൂ. സോ അറ്റ് ദിസ് പോയിന്റ് ഇസ് കംപ്ലീറ്റ്ലി ഫിലോസോഫിക്കൽ. ജോൺ ബെൽ, ഓക്കെ, ഹി കംസ് ഫോർവേഡ് ആൻഡ് ഹി സേസ് ദാറ്റ് ദി ഡിബേറ്റ് ക്യാൻ ബി സെറ്റിൽഡ്. ജോൺ ബെൽ ചെയ്തത്, ഹി പുട്ട് ഫോർവേഡ് എ തിയറം ദാറ്റ് പ്രൂവ്സ് ദാറ്റ് predictions of quantum mechanics cannot be reproduced by local hidden variables theories. അതായത് ഐൻസ്റ്റൈൻ പറയുന്ന പോലുള്ള ഹിഡൻ വേരിയബിൾ തിയറീസ് ഉപയോഗിച്ച് ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രഡിക്ഷൻസ്, എല്ലാ പ്രഡിക്ഷൻസും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ജോൺ ബെല്ലിന്റെ തിയറം പ്രൂവ് ചെയ്യുന്നത്. ഈ തിയറത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ പറയുന്നതാണ്, ഇപ്പൊ ജോൺ ബെൽ ആക്ച്വലി പ്രൂവ് ചെയ്തതാണ്, മേക്ക് എ ലാർജ് നമ്പർ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെഷർമെന്റ്സ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് കൺസ്ട്രക്ട് ചെയ്യുക, മേക്ക് എ ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ്. ഓക്കെ, ദ പ്രോബബിലിറ്റി ഫോർ ഔട്ട്കംസ് പ്രഡിക്റ്റഡ് ബൈ ഹിഡൻ വേരിയബിൾസ് ഒബേ ആൻ ഇൻഇക്വാലിറ്റി റിലേഷൻ. ഹിഡൻ വേരിയബിൾ തിയറി ശരിയാണെങ്കിൽ ഈ പ്രോബബിലിറ്റീസ് തമ്മിൽ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ we know how to calculate probability, right? 10 തവണ ഒരു പെർട്ടിക്കുലർ ഔട്ട്കം കൊണ്ട് മൊത്തം നമ്മൾ 1000 ടൈംസ് ആണ് മെഷർമെന്റ്സ് നടത്തിയെങ്കിൽ we say that the probability is 1 in 100. ഓക്കെ, അതാണ് പ്രോബബിലിറ്റിയുടെ ബേസിക് ഐഡിയ. അപ്പൊ ജോൺ ബെൽ ആക്ച്വലി പ്രൂവ് ചെയ്തതാണ്, the probability for outcomes predicted by hidden variables ഉണ്ട്. അതായത് നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിനേറ്റ് ആണ്, മെഷർമെന്റ് ഔട്ട്കംസ് ഡിറ്റർമിൻഡ് ആണ് എന്ന അസംഷൻ വെച്ച് നമ്മൾ പ്രഡിക്ഷൻസ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ പ്രോബബിലിറ്റീസ് തമ്മിലൊരു ഇനീക്വാലിറ്റി റിലേഷൻ ഒബേ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ചുള്ള ഔട്ട്കംസ്, ക്വാണ്ടം മെക്കാനിക്സ് പ്രോബബിലിറ്റീസ് പ്രഡിക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോബബിലിറ്റി ഔട്ട്കംസ് പ്രഡിക്റ്റഡ് ബൈ ക്വാണ്ടം മെക്കാനിക്സ് വയലേറ്റ്സ് ദിസ് ഇനീക്വാലിറ്റി. ഈ ഇനീക്വാലിറ്റി റിലേഷൻ ക്വാണ്ടം മെക്കാനിക്കൽ പ്രഡിക്ഷൻസ് വയലേറ്റ് ചെയ്യും എന്ന് ജോൺ ബെൽ പ്രൂവ് ചെയ്തു. ഓക്കെ, അതായത് എക്സ്പെരിമെന്റലായിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റിൽ ചെയ്യാം. ഈ പ്രോബബിലിറ്റി, ഡിഫറെന്റ് പ്രോബബിലിറ്റീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പെരിമെന്റിൽ മെഷർ ചെയ്ത് നോക്കുക. Okay, and then you compare it to the quantum mechanical prediction. All right, and if the inequality is violated, then hidden variable theory cannot be a correct description of nature.
So this question can be settled experimentally, and people actually did this. So initially ഇതിൽ അധികം ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക്, but then initially slowly people warmed up to this, and there have been a large number of experiments of this sort. അപ്പോൾ ഈ രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് പല രീതിയിൽ നടത്തിയിട്ടുണ്ട് entangled ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ച്. അപ്പൊ എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ട് എല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഇനീക്വാലിറ്റീസ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് ആണ് ശരി. ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രൊഡിക്ഷൻസ് ഹിഡൻ വേരിയബിൾസ് തിയറീസ് ഉപയോഗിച്ച്, ഹിഡൻ വേരിയബിൾസ് ഉണ്ട് എന്നുള്ള അസംഷൻ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. സോ ഐൻസ്റ്റൈൻ പൊസിഷൻ, ഐൻസ്റ്റൈന്റെ ഹിഡൻ വേരിയബിൾ പൊസിഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. So we can roughly say that quantum mechanics survived. Quantum mechanics complete description തന്നെയാണ്. ഐൻസ്റ്റൈൻ്റെ ആർഗ്യുമെന്റ്സ് ഉപയോഗിച്ച് ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രൊഡിക്ഷൻസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. നേച്ചർ ബിഹേവ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന പോലെ തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് 2022 നോബൽ സമ്മാനം കിട്ടിയത്. അലൈൻ ആസ്പെ, ജോൺ എഫ് ക്ലൗസർ ആൻഡ് ആന്റോൺ സൈലിംഗ്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻറ്റാങ്കിൾമെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട പല പഠനങ്ങളും ഇവർ നടത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് Bell's inequalities are always violated എന്നുള്ളത്. Okay. All right. അതായത് ഇപ്പൊ വീണ്ടും ഇവിടെ ഒരു ചോദ്യം വരാം. ഐൻസ്റ്റൈൻ്റെ, ഇതാണ് നമ്മുടെ ടോക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. അതായത് അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ് സിഗ്നലിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ തിയറി ഉപയോഗിച്ച് തന്നെ ചില നോ സിഗ്നലിംഗ് തിയറംസ് എന്ന് പറഞ്ഞ തിയറംസ് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇവിടെ എല്ലാം പറയുന്നത് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ, എൻറ്റാങ്കിൾമെന്റ് ഉപയോഗിച്ച് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതായത് ഈ കാര്യം നടക്കണമെങ്കിൽ, ഈ ക്വാണ്ടം മെക്കാനിക്കൽ എൻറ്റാങ്കിൾമെന്റ് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെഷർമെന്റ് ഔട്ട്കംസ്, ഇത് ഒരു തരത്തിലുള്ള സിഗ്നലിങ്ങിനെയും സൂചിപ്പിക്കുന്നില്ല. ഈ ഒരു എൻറ്റാങ്കിൾമെന്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു സിഗ്നൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എത്തിക്കാൻ കഴിയില്ല എന്ന് തന്നെ. അതിന്റെ മീനിങ് ഇതാണ്: there are no actual changes in the physical property of one subsystem which can be detected by measurements on that subsystem alone. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ക്യാറ്റ് ആറ്റം സിസ്റ്റംസ് എന്ന് പറഞ്ഞു. ഓക്കെ, ക്യാറ്റ് ആറ്റം കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ സബ്സിസ്റ്റംസ് ആണ് ക്യാറ്റും ആറ്റവും. അപ്പൊ ഇവിടെ ആറ്റം അവിടെ മെഷർ ചെയ്തിട്ട് എന്താണ് കിട്ടിയതെന്നുള്ളത്, ഈ ക്യാറ്റില് അവിടെ എന്താണ് കിട്ടിയെന്നുള്ളത് ക്യാറ്റില് മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല. അതായത് നമ്മൾ ഫിസിക്കലായിട്ട് മെഷർമെന്റ്സിലൂടെ ഇതിന് ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മെഷർമെന്റിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ ആറ്റത്തിൽ നടത്തിയ മെഷർമെന്റ്സ് എന്തെങ്കിലും തന്നെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ക്യാറ്റിൽ മാറ്റം ഉണ്ടാക്കി, ക്യാറ്റിനുള്ള സബ്സിസ്റ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന രീതിയിൽ ഒരു മെഷർമെന്റ് ഔട്ട്കം കിട്ടുക സാധ്യമല്ല. ഇതാണ് ബേസിക്കലി നോ സിഗ്നലിംഗ് തിയറംസ് പറയുന്നത്. I think these are called no signaling theorems. Okay. അതിന്റെ അർത്ഥം ഇൻഫ്ലുവൻസ് ഓഫ് വൺ മെഷർമെന്റ് ഓൺ ദ അതർ ഇസ് നോട്ട് കോസൽ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് വാക്കുകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്, ലോക്കൽ അതുപോലെ കോസൽ. ഓക്കെ, ഇപ്പൊ ക്വാണ്ടം തിയറി നോൺ ലോക്കൽ ആണ്, പക്ഷെ എന്താണ് എ കോസൽ അല്ല. അതായത് ഇത് ഉപയോഗിച്ച് എൻറ്റാങ്കിൾമെന്റ് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള യാതൊരു മെസ്സേജും സെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതിന്റെ എവിഡൻസ് നമുക്ക് സിംഗിൾ മെഷർമെന്റ്സ് ആണ്. നമ്മൾ ക്യാറ്റിൽ മാത്രമാണ് മെഷർമെന്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ ആറ്റത്തിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും കിട്ടില്ല. ഓക്കെ, ക്യാറ്റിൽ മാത്രമാണ് നമ്മൾ മെഷർമെന്റ്സ് നടത്തുന്നെങ്കിൽ അവിടെ മെഷർമെന്റ് നടന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും കിട്ടില്ല. ഈ ഒരു കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചു വന്നിട്ട് ഈ ലിസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കണം. അതായത് അവിടെ മെഷർമെന്റ് നടന്നോ, അവിടെ എന്ത് തരം മെഷർമെന്റ് ആണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടില്ല. അവിടെ മെഷർമെന്റ് നടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നമ്മുടെ മെഷർമെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തിരിച്ചു വന്നിട്ട് രണ്ടാളും കൂടെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ലിസ്റ്റ്സ് കമ്പയർ ചെയ്യണം. വിതൗട്ട് ദാറ്റ് there is no information transferred. അതായത് ഒരു ലിസ്റ്റ് മാത്രം നോക്കുന്നതിലൂടെ ഇങ്ങനെ ഒരു കോറിലേഷൻ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളിപ്പോ സ്റ്റേറ്റ് ഓഫ് ദ ആറ്റം മാത്രം നോക്കുകയാണെങ്കിൽ കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇൻഫർമേഷൻ ഏതെങ്കിലും രീതിയിൽ ട്രാവൽ ചെയ്ത് നമുക്ക് പറയാൻ കഴിയൂ. കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഫിസിക്കലി ഗെറ്റ് ടുഗെദർ, ഒന്നെങ്കിൽ ഇമെയിൽ ചെയ്യണം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു പറയണം. യു ഹാവ് ടു ഫിസിക്കലി കമ്പയർ ദ ലിസ്റ്റ്സ്. സോ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇൻഫ്ലുവൻസ് ഡ്യൂ ടു എൻറ്റാങ്കിൾമെന്റ്. എൻറ്റാങ്കിൾമെന്റ് ഒരു ഇൻഫ്ലുവൻസ് ആണ്, ഒരു കോറിലേഷൻ ആണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് എനർജി ഓർ ഇൻഫർമേഷൻ. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല. ലൈറ്റിനേക്കാൾ സ്പീഡിൽ ഇവിടെ ഫിസിക്കലായിട്ടൊന്നും തന്നെ സഞ്ചരിക്കുന്നില്ല.
There was no information transfer. There was no energy transfer. There was no physical. There was no transfer of any physical thing. Okay. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ക്വാണ്ടം തിയറി നോൺ ലോക്കൽ ആണെന്ന് പറയാം, ബട്ട് ഇറ്റ് സ്റ്റിൽ കോസൽ. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ വയലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അതായത് നോൺ ലൊക്കാലിറ്റി സർപ്രൈസിംഗ് ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ നോൺ ലൊക്കാലിറ്റി, ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഈ നോൺ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് തമ്മിൽ ഈ ഒരു കോറിലേഷൻ നിലനിൽക്കുന്നത്, ഇതിനാണ് നമ്മൾ നോൺ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ അടുത്തുള്ള കാര്യങ്ങൾ മാത്രം, ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. Alright. Non locality എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് even if they are separated by a large distance, there is some correlation. Right. പക്ഷേ ഇത് സർപ്രൈസിംഗ് ആണ്, but it's not catastrophic. It does not disprove special theory of relativity. It sits well with special theory of relativity. Okay, if you feel uneasy, നമ്മള് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നാം, but it's not catastrophic. Special theory of relativity ഇത് വയലേറ്റ് ചെയ്യുന്നില്ല. So that's the basic idea. അപ്പൊ ഇവിടെ പറയേണ്ട ഒരു കാര്യം, no cats were actually harmed during the experience. നമ്മൾ പൂച്ചയും ആറ്റവും കൊണ്ടല്ലേ എക്സ്പീരിയൻസ് നടത്തുന്നത്. ദാറ്റ്സ് ഇമ്പോസിബിൾ. ഇതൊരു ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു നോക്കാം. ഈ ക്യാറ്റിന് പകരം ആക്ച്വലി ചെയ്തത്, ക്യാറ്റ് ആറ്റമിന് പകരം ഈ എക്സ്പീരിയൻസിൽ ഈ ആസ്പെ, അലൈൻ ആസ്പെ പോലുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് നടത്തി. ഇപ്പൊ അവര് പെയർ ഓഫ് ഫോട്ടോൺസ് ആണ് ഉപയോഗിച്ചത്. ഇനി ഇതേ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പൂച്ചയുടെ കാര്യം പറഞ്ഞു. ഇനി ഇത് സം ഓഫ് യു മേ ബി അൺഈസി അബൌട്ട് ദിസ്. റൈറ്റ്. ഇപ്പൊ എന്താണ് ഈ പൂച്ചയെ കുറിച്ചൊക്കെ പറയുന്നുള്ളത്? എലൈവ്, ഡെഡ് അല്ലെങ്കിൽ സ്ലീപ്പ് അവേക്ക് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്കലായിട്ട് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? അപ്പൊ ഇതേ കാര്യങ്ങൾ നമുക്ക് സ്പിന്നിന്റെ കാര്യത്തിൽ, ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് സ്പിന്നിന്റെ കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് സമ്മറൈസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ സ്പിൻ, ഇലക്ട്രോൺസിന് സ്പിൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ സ്പിൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇലക്ട്രോണുകൾ ആക്ച്വലി, ഇപ്പൊ സ്പിൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് സ്പിൻ ചെയ്യുന്ന ഒരു ബോൾ ആയിരിക്കും. പക്ഷെ ഇത് രണ്ടും തെറ്റാണ്. ഇലക്ട്രോൺ ഒരു ബോൾ അല്ല, സ്പിൻ ചെയ്യുന്നില്ല. ഓക്കെ. It doesn't make sense actually. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് പോയിന്റ് പാർട്ടിക്കിൾ ആണ്. പോയിന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ it does not have any extension in space. സ്പേസിൽ അതിന് എക്സ്റ്റൻഷൻ ഇല്ല. ഓക്കെ. ഇപ്പൊ സ്പിൻ, ഇലക്ട്രോണിന് സ്പിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഓരോ ഇലക്ട്രോൺ ഒരു ടൈനി മാഗ്നറ്റ് പോലെയാണെന്നുള്ളത്. ഓക്കെ. ദിസ് ഇസ് വാട്ട് വി ആക്ച്വലി മീൻ വെൻ വി സേ ഇലക്ട്രോൺസ് ഹാവ് സ്പിൻ. ഓക്കെ. അതായത് ദ റെസ്പോണ്ട് ടു മാഗ്നറ്റിക് ഫീൽഡ്സ്. ടൈനി മാഗ്നറ്റ് ആണ് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ അത് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഇതിനാണ് നമ്മൾ സ്പിൻ, ക്വാണ്ടം മെക്കാനിക്കൽ സ്പിൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോൺ ദാറ്റ് മേക്സ് ഇറ്റ് റെസ്പോണ്ട് ടു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. ഇതിനെ നമുക്ക് സ്പിൻ എന്ന് പറയാം. സോ സ്പിൻ along any direction has two possible values. ക്വാണ്ടം മെക്കാനിക്കൽ സ്പിൻ നമ്മൾ ഏതൊരു ഡയറക്ഷൻ വേണം നമുക്ക് സ്പിൻ കാൽക്കുലേറ്റ് ചെയ്യാം, മെഷർ ചെയ്യാം. ഓക്കെ. ഇതിന് രണ്ട് പോസിബിൾ വാല്യൂസ് ആണുള്ളത്. ഓക്കെ. നമുക്ക് പ്ലസ് മൈനസ് എന്ന് പറയാം, പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് എന്ന് പറയാം, +1 -1 എന്ന് പറയാം, 0 and 1 എന്ന് പറയാം. It doesn't matter. Okay. There are two possible measurement outcomes. അതായത് നമ്മൾ ഇലക്ട്രോൺസിന് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ, നോൺ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടത്തി വിടുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ ഇത് ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ. കുറെ ഇലക്ട്രോൺസ് നമ്മൾ ഇതിലൂടെ കടത്തി വിടുകയാണ്. ഓക്കെ. എന്നിട്ട് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഈ സ്ക്രീനിൽ എവിടെയാണ് ഇലക്ട്രോണുകൾ പതിക്കുന്നത് നോക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് സം ഓഫ് ദ ഇലക്ട്രോൺസ് വിൽ റീച്ച് അറ്റ് വൺ പോയിന്റ്, അതർ ഇലക്ട്രോൺസ് വിൽ റീച്ച് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ പോയിന്റിലാണ് ബാക്കി ഇലക്ട്രോണുകൾ എത്തുന്നത്. ഇതിന്റെ ഇടയിൽ എവിടെയും ഇലക്ട്രോണുകൾ എത്തുന്നില്ല എന്ന് കാണാൻ കഴിയും. ഓക്കെ. ഇതുകൊണ്ടാണ് സ്പിന്നിന് രണ്ട് വാല്യൂസ് ആണുള്ളത് നമ്മൾ പറയാം. ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് വാല്യൂ ഉള്ളത് ഇങ്ങോട്ട് എത്തും, ബാക്കിയുള്ളത് ഇങ്ങോട്ട് എത്തും. ഓക്കെ. അപ്പൊ ഇത് സ്ക്രീനിൽ എത്തുന്ന സമയത്താണ് ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് സംഭവിക്കുന്നത്. സ്ക്രീനിൽ എത്തുന്നത് വരെ ഇത് ഡിഫറെന്റ് സ്പിൻസിന്റെ സൂപ്പർ പൊസിഷനിലായിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് സ്പിൻ. ഇനി ഈ സ്പിന്നിന്റെ ബേസിലുള്ള ഈ ഡിസ്കഷൻ, ഓക്കെ, ഷോൺ കാരോൾ, ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പൊതുവെ എന്താണ് സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്ന റെഫറൻസ് ആണ് ഷോൺ കാരോൾ. ഷോൺ കാരോളിന്റെ പല പുസ്തകങ്ങളുണ്ട്, യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് എനിക്ക് പറയാൻ പറ്റുന്നതിനേക്കാളും ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് ഷോൺ കാരോൾ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് റീഡ് ഹിസ് ട്വീറ്റ്സ്. അപ്പൊ ഇതാണ് ഷോൺ കാരോളിന്റെ എൻറ്റാംഗിൾമെന്റിനെ കുറിച്ചുള്ള ടേക്ക്. Say that we have two electrons. Okay? When we measure the spin of one particle, we will only get up or down. ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ സ്പിൻ മെഷർ ചെയ്യുമ്പോൾ രണ്ട് പോസിബിൾ വാല്യൂസ് ആണുള്ളത്. നമുക്ക് ഇതിനെ അപ്പ് ഡൗൺ എന്ന് വിളിക്കാം. വിൽ ഗെറ്റ് അപ്പ് ഓർ ഡൗൺ വിത്ത് റെസ്പെക്ട് ടു അവർ ചോസൺ ആക്സിസ്. നമുക്ക് എക്സ് ആക്സിസിൽ മെഷർ ചെയ്യാം, സെഡ് ആക്സിസിൽ മെഷർ ചെയ്യാം, വൈ ആക്സിസിൽ മെഷർ ചെയ്യാം. ഇതിന്റെ ഇടയിലുള്ള നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണെങ്കിലും ഇതിന്റെ ഇടയിലുള്ള ഏതൊരു ഡയറക്ഷനിലും മെഷർ ചെയ്യാം. എങ്ങനെയാണെങ്കിലും യു ഗെറ്റ് ഓൺലി ടു പോസിബിൾ വാല്യൂസ്, അപ്പ് ഓർ ഡൗൺ. അതാണ് ആക്ച്വലി ചിത്രത്തിലും കാണുന്നത്. ഓൺലി ടു പോസിബിൾ വാല്യൂസ്. ഓക്കെ. ഓൾറൈറ്റ്. When we are not measuring, the spin can be superposition of both up and down. അതായത് ക്വാണ്ടം മെക്കാനിക്കൽ സൂപ്പർപോസിഷൻ അനുസരിച്ച് this is also a possible state of the electron. അപ്പ് സ്പിന്നിലും ഡൗൺ സ്പിന്നിലും ഒരുമിച്ചായിരിക്കുന്നത് നമ്മൾ നേരത്തെ A+B എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ.
So on the basis of the particular superposition it is in, we can predict the probability of a measurement outcome. And നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു particular measurement outcome ന്റെ probability ആണ് quantum mechanics predict ചെയ്യുന്നത്. We cannot be certain. ഒരു single measurement ൽ എന്ത് outcome ആണ് കിട്ടുക എന്നുള്ളത് certain ആയിരിക്കാൻ കഴിയില്ല. Alright. ഇനി quantum mechanics ൽ തന്നെ two particles may be entangled. നമ്മൾ cat atom system എന്ന് പറഞ്ഞ പോലെ two particles can be entangled. Alright. We don't know what answer we'll get if we measure either spin. ഇത് ക്യാറ്റ് ആറ്റം സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ ആറ്റം മെഷർ ചെയ്യണം എന്താണ് ഔട്ട്കം കിട്ടുക എന്നറിയില്ല. ക്യാറ്റിനെ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ഔട്ട്കം ആണ് കിട്ടുക നമുക്ക് മുൻപേ കൂട്ടി തന്നെ അറിയാൻ കഴിയില്ല. പക്ഷേ ഇഫ് യു മെഷർ വൺ വി ക്യാൻ instantly be 100% confident what the other will be, even if it's light years away. ക്യാറ്റ് ആറ്റം സിസ്റ്റമിന്റെ കാര്യത്തിൽ പറഞ്ഞത് സ്പിന്നിന്റെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് മാത്രം. We describe two particles using a single wave function or quantum state. It's a single wave function, even if it's two particles. Idana entanglement is the basic idea. All right. There are a large number of systems. We describe it using a single wave function or single quantum state. Okay. So just one wave function, not separate one for each particle. So there aren't two separate things. But quantum mechanically, and separate electron quantum mechanically or object or a single wave function. So these are not two separate things. There is just one thing, the quantum state. Okay, if you believe in quantum mechanics, there is one thing which is called the quantum state. Okay, the separate alla. This quantum state ne two branches undu. Nammale cat inde kayathil alive branch allengi asleep branch awake branch ennu parnavale ivide two branches undu. Okay, so of course the measurement outcomes will be related. We are measuring different aspects of the same thing. Spatially separated aanu nammal parayunnundengilum we are actually talking about different aspects of the same thing, same wave function. There's not just a little bit non-locality we have to learn to live with. Quantum, by its nature, entirely, hilariously, non-local or alocal. Okay, alocal ennulla vaakana better ennu Sean Carroll parayunnu. Okay. Appo Sean Carroll ചോദിക്കുന്ന ചോദ്യം ഇതാണ്, quantum mechanics നമ്മുടെ nature fundamentally quantum mechanical ആണ് നമുക്ക് അറിയാം. Alright. Quantum mechanics ൽ ഇതിലുള്ള non-locality ഉണ്ടെന്നുള്ളത് obvious ആണ്. അപ്പോൾ Sean Carroll ചോദിക്കുന്ന why are we surprised by this? Okay, locality preserve ചെയ്യണം നമ്മൾ tempt ചെയ്യപ്പെടുന്ന എന്തുകൊണ്ടാണ്? Okay, if quantum mechanics says there's no locality, then there's no locality. Accept it. Right? With surprising ആണ് രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊരു easy aspect, hard aspect ഉണ്ട്. In the real world, the way quantum states evolve is naturally thought of in terms of local variables. അതായത് നമ്മൾ quantum mechanics laws എടുക്കുകയാണെങ്കിൽ, സിസ്റ്റത്തിന്റെ wave function evolution ഒക്കെ എടുക്കുകയാണെങ്കിൽ, it's all completely local. It's all completely local. All right. Measurement ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ നോൺ ലൊക്കാലിറ്റി വരുന്നത്. നമ്മൾ നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ we can talk about positions or fields എടുക്കുകയാണെങ്കിൽ it can have values in different points in space. Okay. ഇതെല്ലാം ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിസ്റ്റത്തിന്റെ എവല്യൂഷൻ ഇങ്ങനെയുള്ള എല്ലാം എടുക്കുകയാണെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. Okay. Those give very convenient ways of representing the quantum state. The quantum state ന്റെ representation and evolution ഒക്കെ എടുക്കുകയാണെങ്കിൽ we basically use the principle of locality. Locality ഉപയോഗിച്ച് നമുക്ക് ക്വാണ്ടം സിസ്റ്റത്തിന്റെ എവല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇതുകൊണ്ടാണ് മെഷർമെന്റ് നോൺ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സർപ്രൈസിംഗ് ആവുന്നത് ഒരു കാരണം. അതുപോലെ there are no signaling theorems that say we cannot use quantum entanglement to send information faster than light. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ സാധ്യം അല്ല എന്ന് കാണിക്കുന്ന തിയറംസ് ഉണ്ട്. ഈ തിയറംസ് ഫിസിക്സിന്റെ ബേസിക് ലോസ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നതാണ്. സോ ദീസ് ആർ ട്രൂ. ഇഫ് യു ബിലീവ് quantum mechanics is true, then these no signaling theorems are also true. Okay. ഇവിടെ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആയിട്ട് ഷോൺ കരോൾ പറയുന്നത്, why do the laws of physics take just the right form so as to allow us to describe the world in terms of stuff happening at points in space? അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ ഓക്കെ, എന്തുകൊണ്ടാണ് ഫിസിക്സിന്റെ നിയമങ്ങളിൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലൊക്കാലിറ്റിയുടെ ഇഷ്യൂ വരുന്നത്? അതായത് രണ്ട് പാർട്ടിക്കിൾസ് ഇന്ററാക്ട് ചെയ്യുന്നത് സ്പേസിൽ അത് അടുത്തടുത്തായിരിക്കുമ്പോഴാണ്. രണ്ട് പാർട്ടികൾ സ്കാറ്റർ ചെയ്യുന്നത് സ്പേസിൽ അടുത്തടുത്തിരിക്കുമ്പോഴാണ്. അതിന് അടുത്തടുത്തുള്ള എനർജി വാല്യൂസ് ഉണ്ടെങ്കിലും അടുത്തടുത്തുള്ള മൊമെന്റം വാല്യൂസ് ഉണ്ടെങ്കിലും ഒന്നും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. സോ ദർ വാസ് സംതിങ് അബൌട്ട് സ്പേസ് ഗോയിങ് ഓൺ ഹിയർ. അപ്പോൾ ബേസിക്കലി ഷോൺ കരോളിന്റെ അപ്രോച്ച് ഇതാണ്. ഷോൺ കരോൾ തിങ്സ് ദാറ്റ് നമ്മൾ ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ദീസ് ആർ ക്ലാസിക്കൽ. ദീസ് ആർ ബേസിക്കലി ക്ലാസിക്കൽ. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറിയാണ്. അപ്പോൾ വി ഷുഡ് ടേക്ക് ക്വാണ്ടം മെക്കാനിക്സ് ആസ് ഫണ്ടമെന്റൽ. Okay, we should take quantum mechanics as fundamental. Quantum mechanical wave function നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് എടുക്കണം. അതിൽ നിന്ന് നമുക്ക് ഈ ഐൻസ്റ്റൈന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഡിറൈവ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്.
Okay, if we succeed to do that, okay, Sean Carroll's basic idea is one of his research interests. Okay, the classical logam quantum mechanical നിയമങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളത്. Okay, അപ്പോൾ അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ മേ ബി അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്പേസ്, ഈ ലൊക്കാലിറ്റി എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആക്ച്വലി ഇറ്റ് ഷുഡ് കം ഫ്രോം ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് ആണ് അത് വിശദീകരിക്കുന്നത്. വൈ ലൊക്കാലിറ്റി, വൈ ആർ വി ഇൻട്രസ്റ്റഡ് ഇൻ ലൊക്കാലിറ്റി? Right? Why do we have this why do we have this good feeling about locality? Locality ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിയമങ്ങൾ ലോക്കൽ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഇത് ആക്ച്വലി സംഭവിക്കുന്നത് എന്നുള്ളത് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് വരേണ്ടതാണ്. അപ്പൊ ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിനെക്കാളും ഒക്കെ നമുക്ക് പല രീതിയിൽ ഇതിനെ സമീപിക്കാം. നമുക്ക് ഒന്നുകിൽ പറയാം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ലൂപ്പ് ഹോൾ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം. Okay, special theory of relativity, നമ്മുടെ classical description of space and time. Okay, all these things fundamentally in the description quantum mechanical ആയിരിക്കും. Okay, but we don't have a quantum mechanical theory for space and time. Quantum mechanics സ്പേസിനെയും ടൈമിനെയും സൂചിപ്പിക്കുന്ന കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ഇല്ല. പല അപ്രോച്ചസ് ഉണ്ട്. There are many approaches to this, but we don't have a complete theory yet. Alright, അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് ആൻസർ ചെയ്യേണ്ടത് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് തന്നെയാണ്. Right, so അതായത് ലൊക്കാലിറ്റി എന്തുകൊണ്ട് ബേസിക് ക്വാണ്ടം മെക്കാനിക്സിൽ ലൊക്കാലിറ്റി എല്ലായിടത്തും ഇല്ലെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ റിയൽ വേൾഡിൽ ക്ലാസിക്കൽ വേൾഡിൽ ലൊക്കാലിറ്റി കാണപ്പെടുന്നു, ലൊക്കാലിറ്റി ഒബേ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഷോൺ കാരോൾ അവസാനിപ്പിക്കുന്നത്. സോ വിത്ത് ദാറ്റ് ഐ വിൽ കൺക്ലൂഡ് മൈ ഡിസ്കഷൻ. അപ്പൊ ഇവിടെ നമ്മൾ എൻടാങ്കിൾമെന്റ് കണ്ടു. ചില ബേസിക് ആയിട്ട് അത് നമ്മൾ അതിന്റെ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വി സെഡ് വാട്ട് എൻടാങ്കിൾമെന്റ്. അതുപോലെ ക്യാറ്റ് ആറ്റം എന്നുള്ള സിസ്റ്റം ഉപയോഗിച്ച് ഇതിന്റെ റിസൾട്ട്സ് നമ്മൾ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഈ എൻടാങ്കിൾമെന്റിന്റെ എഫക്റ്റ് ആക്ച്വലി കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റന്റ് ആയിട്ടുള്ള മെഷർമെന്റ്സിന്റെ ഔട്ട്കംസ് നമ്മൾ സെപ്പറേറ്റ്ലി ഔട്ട്കംസ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് കമ്പയർ ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. വി ഓൾസോ സെഡ് ദാറ്റ് ലൈറ്റിനേക്കാൾ സ്പീഡിൽ ഇൻഫർമേഷനോ എനർജിയോ അങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലുമോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതുപോലെ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ ആക്ച്വലി ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ കേസിൽ പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഷോൺ കാരോളിന്റെ വാക്കുകളിലൂടെ കാണുകയും ചെയ്തു. സോ വിത്ത് ദാറ്റ് ഐ വിൽ കൺക്ലൂഡ് മൈ പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സെബാസ്റ്റ്യൻ. അതൊരു വളരെ നല്ല ടോക്കായിരുന്നു. ക്വാണ്ടം എൻടാങ്കിൾമെന്റ് അതുപോലുള്ള ക്വാണ്ടം ഫിസിക്സിലുള്ള പല ടോപ്പിക്സും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതിൽ നോൺ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അറ്റ്ലീസ്റ്റ് ഇൻ ദ ഫസ്റ്റ് സൈറ്റ് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന പല കോൺസെപ്റ്റ്സും ആണ് ഇതൊക്കെ. അപ്പം ഈ കോൺസെപ്റ്റ്സിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സെബാസ്റ്റ്യൻ ഇവിടെ പ്രസന്റ് ചെയ്തു. സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. ഇനി നിങ്ങൾക്ക് ഓഡിയൻസിൽ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ ചാറ്റിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ the stage is open for questions. ഇവിടെ നമുക്കൊരു ഒന്ന് രണ്ട് ആളുകളെ ഓഡിയൻസ് നിന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. താങ്ക് യു. ഓക്കെ, എന്നെ കേൾക്കാവോ? Can you hear me? Yes. Good talk, good talk. Nice. എനിക്കൊരു കമന്റ് പറയാനുള്ളത്, the case you gave us the entangled system, atom cat entanglement, that doesn't make a nice picture. There are certain what do you call shortcomings, no serious shortcomings. കാരണം അതിന്റെ in real terms what you mean by entanglement is that it has to follow some, it should be following some conservation rules. For example, down conversion of a photon. Then the pair of photons, they are mutually entangled. നിങ്ങളുടെ ഒരു സ്റ്റേറ്റിന്റെ അതിലെ ഒരു ഫോട്ടോണിന്റെ സ്റ്റേറ്റിന്റെ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ then through the conservation laws, because momentum, energy, spin, etc., this has to be conserved in the process. അത് കാരണമാണ് entangled സ്റ്റേറ്റിന്റെ even if it is millions of light years apart, without making a measurement there, you can predict it very well here. That I think that is what I have understood about the entanglement process and all. അപ്പൊ ഇതിൽ നിങ്ങൾ കൊടുത്ത ഉദാഹരണത്തിൽ വന്നത് ഈ ആറ്റം കാറ്റ് എക്സാമ്പിൾ,
For example, the atom is taken to moon and cat is on Earth. If the atom has collapsed there, it has radioactively decayed there, that signal has to come over to this Earth. It will take some time. So these all are, mutually contradicting with the case you mentioned, that is special theory of relativity also. I mean, in a sense, it doesn't support that argument very well. That and the point is that the only the example you took, atom-cat entanglement, that was not a good thing to take about. Even though it conveyed the idea. And your description about the causality and non-local, it doesn't violate the causality. I mean, these all are very good, correct, very nice actually. Karanam, even if these entangled systems are, let us take the case of a pair production, positron electron pair production from a gamma ray. So from the muon spin, then the spin of these decaying particles are determined. And if you make a measurement in one, then that in that system it has to collapse. So even if it is billions of years, light years apart, you know actually what is the state there, without the signal being communicated here. And that these kind of points you have made very nicely. The only suggestion is that you have to find a better example for describing in layman's language rather than the Schrodinger. This is only what I have to say. Any comment? Thank you for that. I think I can. ഇവിടെ ഈ ഒരു എൻടാംഗിൾമെന്റ് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചു. ഈ ഷ്രോഡിംഗർ കാറ്റ് എന്നുള്ള എക്സ്പെരിമെന്റ് പൊതുവെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് so this has been discussed. Popular. Yeah. But there's a thing. It's true that when we talk about the spin system, we determine the other. Okay, we can create this entanglement locally. Right. So the thing is that you need to know the state of the system. Right. So the conservation principle, even apart from these conservation principles, you can actually construct what do you say, wave functions in such a way that there's entanglement. Okay, entanglement wave function constructing. So here the assumption is that I know the wave function. Right? I initially know the wave function because using laws of quantum mechanics, we have an initial state and we know the initial state of the atom, we know the initial state of the cat, and we know the combined wave function. Right? This wave function can be known in principle. We can know the wave function of the system. But ഇവിടെ entangled ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ഒരു wave function ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. That's an example. Right? So once we know the wave function, then we don't need this conservation laws. Right? അപ്പോൾ മറ്റേ ഇലക്ട്രോൺസിന്റെ കേസ് നമുക്കറിയാം ഇത് അപ്പ് ആണെങ്കിൽ മറ്റേ ഡൗൺ ആണെന്നുള്ളത് കൺസർവേഷൻ ലോസ് ഉപയോഗിച്ച് നമുക്കറിയാം. Right? Conservation laws ഉപയോഗിക്കാൻ നമുക്കറിയാൻ കഴിയും. If you know that the wave function is like this, okay, plus if you know the wave function is like this, if it's a singlet, it will be like this. But even if you don't know about the conservation laws, if you know the wave function is this, right, then we know that if we measure the first electron as upspin, the other one will be downspin, even without using. So അപ്പോൾ അവിടെ ഈ conservation law ഉപയോഗിക്കുന്നത് wave function ഇതായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. That's true. When we do an experiment, we have to use these kinds of wave function because otherwise there's no way to know wave function, right? But we can also start the discussion by saying that this is the state of the two electron system or the electron positron system. Okay, maybe it could be a Higgs boson decaying into an electron positron system, or as you said, okay. അപ്പോൾ ഈ entanglement നമ്മൾ ലോക്കലി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള മെക്കാനിസം എക്സ്പെരിമെന്റിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പറയുമ്പോൾ ഈ കൺസർവേഷൻ ലോ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഓക്കെ ആസ് ഐ തിങ്ക് അബൌട്ട് ദിസ് കൺസർവേഷൻ ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് fundamental to the discussion of this thing. I think the entanglement discussion, conservation law, fundamental. We could consider consider this wave function. Excuse me, for the correlation, correlation comes through the conservation law. CPT, charge parity, CPT theorem, and all those things. That is a cardinal. It comes. Entanglement is a correlation. Entanglement comes through the correlation for which conservation, these are the cardinal points. That is my point. Conservation laws are never violated, that's true. നമ്മൾ എക്സ്പെരിമെന്റിൽ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ കൺസർവേഷൻ ലോ വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. പൊസിഷൻ മൊമെന്റത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ വി ക്യാൻ സിംപ്ലി ടോക്ക് അബൌട്ട് സം വേവ് ഫംഗ്ഷൻ. ഇമാജിൻ ദിസ് ഇസ് ദ വേവ് ഫംഗ്ഷൻ. ഉദാഹരണത്തിന് കാറ്റ് ആറ്റം സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ. അപ്പൊ ഇനീഷ്യലി ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. Okay. After some time, I'm saying that I know that the cat atom system has this wave function, right? Decayed and asleep,
plus, okay, there may be these coefficients there, and then this is not decayed and awake. Right? Now, if you know that this is the wave function, idana wave function and nammal accept cheyanengil, now this is the wave function, then I separate the cat and the atom. Okay. My logic could not get adjusted to that. That's the problem. Anyway, because no, these are the real systems. The signal has to transmit. Even if it is a thought experiment, it has to satisfy the logic. So there, I mean, that logic inconsistency is still there. That's why I made this comment. Yes, but no problem. No I'm problem. asking you just, no. I'm trying to understand. Imagine this is the wave function, right? Imagine such a wave function is possible, right? Of course, we don't write wave functions for cat, etc. But imagine this is the wave function, right? So system wave function is determined somehow by solving the Schrodinger equation or something. We determine that this is the wave function of the combined system. Right? Now, given this is the wave function, I am separating the atom and the cat without making a measurement. If that's the case, then quantum mechanics predicts exactly what I said, I think. Yeah, but still in this example, you are separating the cause and effect. You know, it is a cause-effect mechanism. I mean, correlation. There is correlation. I mean, they are correlated through this cause and effect. But it is real quantum system requires correlations beyond that. That is my point. Anyway, this is only my comment. I mean, I will not criticize. But there is some kind of logical inconsistency, especially it layers up when you talk about the special theory of relativity. There it completely fails. This even if you think about it as a wave function, if you separate these, I mean, then all the questions comes. The signal transmission time, etc., it comes. So there it is inadequate. I mean, that's why I fumbled actually when you. I was trying to pick up that picture. That's why this question I formulated this question. Okay, but anyway, point is well presented. I got it. But example I think one should get a better example rather than the Schrodinger cat. This is my comment. I'm sorry, don't take it in offense. I don't mean that. All right. Okay, this is what I have to say. Okay. Yes, I mean, I so far I still believe that there's no inconsistency here, but I will think about it. Okay. All right. Okay, nice. Thank you. Hello. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ശ്രീകാന്ത് പറഞ്ഞു. ഹായ്, സെബാസ്റ്റ്യൻ നല്ലൊരു ടോക്കായിരുന്നു. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത, എത്ര തന്നെ വായിച്ചിട്ടും കംപ്ലീറ്റ്ലി ഒരു ഐഡിയ കിട്ടാത്ത ഒരു കാര്യമാണ് ഈ സെയിം എൻടാംഗിൾമെന്റ് വിത്ത് റെസ്പെക്ട് ടു, അല്ലെങ്കിൽ കോറിലേഷൻ എങ്ങനെയാ നടക്കുന്നത് ഈ വിത്ത് സ്പെഷ്യൽ റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യാതെ. ഇപ്പോ സെബാസ്റ്റ്യൻ പറഞ്ഞ സെയിം എക്സാമ്പിളിനെ ഞാനിപ്പോ വേറൊരു രീതിയിൽ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, if we have two atomic clocks, വളരെ പ്രിസൈസ് ആയിട്ട് ഒരു കോമൺ ടൈം ഫോർമാറ്റിൽ സിങ്ക് ചെയ്തിട്ടുള്ള ഒരു പ്രിസൈസ് ആയിട്ട് രണ്ട് അറ്റോമിക് ക്ലോക്ക്, ആൻഡ് ഇഫ് വി ടേക്ക് ഇറ്റ് ടു ടു ഡിഫറെന്റ് പൊസിഷൻസ് ഓൺ എർത്ത്, ഐ മീൻ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് കൺട്രീസിൽ വച്ചിട്ട് സെയിം സെബാസ്റ്റ്യൻ പറഞ്ഞ സെയിം എക്സ്പെരിമെന്റ് ഈ അറ്റോമിക് ക്ലോക്കിലുള്ള സെയിം പ്രിസൈസ് ടൈമിൽ സിങ്ക് ചെയ്ത് മേ ബി ഒരു ആറ്റത്തിന്റെ പൊസിഷൻ സെയിം എൻസാമ്പിൾ ഓഫ് സിസ്റ്റത്തിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലിപ്പോൾ ഡീക്കേഡ് ആയിരിക്കും, വേറെ ഒന്നില് ഇപ്പോൾ അവേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സ്ലീപ്പ് ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ്ലി കോറിലേറ്റഡ് ആയിരിക്കുമെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. പക്ഷെ ഈ കോറിലേഷൻ നമ്മൾ എപ്പോഴാണ് അറിയുന്നത്? ഈ റിസൾട്ട് ബൈ സം മീഡിയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കോറിലേഷൻ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലേ? പക്ഷെ എന്നിരുന്നാലും ഈ പ്രിസൈസ്ലി മെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു അറ്റോമിക് ക്ലോക്സിന്റെ ടൈം സ്റ്റാമ്പിൽ, ആ ടൈമിൽ ഓക്കെ ഈ ഒരു ഇതുണ്ട്, അല്ലേ? പക്ഷെ ഇത് നമ്മൾ ഈ ഒരു കോറിലേഷൻ നമുക്ക് കാണാൻ കഴിയും. ഈവൻ ആ റിസൾട്ട് പിന്നീടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിലും എനിക്ക് ആ ഒരു കാര്യമാണ് മനസ്സിലാത്തത്. എങ്ങനെയാ ഈ ഒരു കോറിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റയെ ഒരു തിയറിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണുമൂടിയിട്ട് കാണിക്കുന്ന പോലെയാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അല്ല, അങ്ങനെ ഒരു കോസൽ കോറിലേഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ലോക്കാലിറ്റിയുടെ കാര്യമാണോ, കോസാലിറ്റിയെ കുറിച്ച് പറയാം. ഓക്കെ, പിന്നെ ഒരു കോസൽ കോറിലേഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ വിച്ച് കോസ് ടു വിച്ച്, അക്കോർഡിംഗ് ടു വിച്ച് കോസ് ടു വിച്ച്. ഉദാഹരണത്തിന് നമ്മുടെ ക്യാറ്റ് ആറ്റം സിസ്റ്റം തന്നെ എടുക്കാം. ആറ്റം ഉണ്ട്, ക്യാറ്റ് ഉണ്ട്.
ഓക്കെ, Okay. ക്യാറ്റിലുള്ള മെഷർമെന്റ് ആണോ ആറ്റത്തിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്തത്, അത് ആറ്റത്തിലുള്ള മെഷർമെന്റ് ആണോ ക്യാറ്റിന്റെ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്തെന്നുള്ള ചോദ്യം വരും അല്ലേ? Okay. അങ്ങനെ ഒരു ചോദ്യം വരും. ഒരു ഫ്രെയിമില് ആറ്റത്തിലുള്ള മെഷർമെന്റ് ആയിരിക്കും ആദ്യം നടന്നത്. There will be another frame where the measurement is made on the cat. Right? First, അപ്പൊ ഇത് സൈമിൾട്ടേനിറ്റി റിലേറ്റീവ് ആണല്ലോ. അപ്പൊ നമ്മൾ കോസൽ ആയിട്ടുള്ള ലാംഗ്വേജ് പറയുകയാണെങ്കിൽ we should say that okay, some observer will say that the measurement on the atom caused the state of the cat to change. All right. Another observer would say that, another inertial observer would say that the measurement, it's the measurement of cat that was carried out first and then the state of the atom changed according to it. എന്നുള്ള ഇത് വരും അല്ലേ? അല്ല, നമ്മളിപ്പോ ഒരു ക്ലോക്ക് സിങ്ക്രണൈസ് ചെയ്യുകയാണെങ്കിൽ ബൈ സം മീൻസ് പെർഫെക്റ്റ്ലി സിങ്ക്രണൈസ് ചെയ്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റോമിക് ക്ലോക്ക് വെച്ചിട്ട് ആ അറ്റോമിക് ക്ലോക്കിന്റെ ഫ്രെയിമിൽ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ ഇതിനെ ഒരേ പ്രിസൈസ് ആയിട്ട് ബൈ സം മെക്കാനിസം വളരെ പ്രിസൈസ് ആയിട്ട് ഒരു നാനോ സെക്കൻഡ്സ് പോലും മാറാതെ ഈ ഒരു എക്സ്പെരിമെന്റ് പ്രിസിഷനിൽ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ ഞാനിതിനെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടേ കോറിലേഷൻ? അപ്പൊ ഇവിടെ കോസ് ആൻഡ് എഫക്ട് വരുന്നില്ല. കാരണം ഓക്കെ, മേ ബി ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ കോസ് ആൻഡ് എഫക്ട് ഉണ്ടാവും. പക്ഷെ വളരെ പ്രിസൈസ് ആയിട്ട് ഞാനിപ്പോ ഒരു സെയിം അറ്റോമിക് ക്ലോക്കിന്റെ അതേ ആ ഒരു ടൈം സ്റ്റാമ്പിൽ ഞാൻ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ ഈ ഒരു കോറിലേഷൻ മേ ബി ഐ മീൻ ലൈക്ക്. അതെ, നമ്മൾ ഉദാഹരണം സ്പിന്നിന്റെ കാര്യം എടുക്കുകയാണ്. ഇപ്പൊ ഈ ആറ്റം ക്യാറ്റ് എക്സാമ്പിൾ ഈ കാര്യത്തിൽ കുറച്ച് ഇന്നേറ്റാണ്. സ്പിന്നിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മേ ബി നമ്മൾ സെഡ് ആക്സിസിലുള്ള സ്പിന്നാണ് മെഷർ, ഇതാണ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ് കുഡ് ബി പ്ലസ്, ഡസന്റ് മാറ്റർ. ഇതാണ് സിസ്റ്റത്തിന്റെ എൻഡാങ്കിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ഈ രണ്ട് ആറ്റംസ് അല്ലെ, ഈ രണ്ട് ഇലക്ട്രോൺസ് ഞാൻ സെപ്പറേറ്റ് ചെയ്തു. വൺ ഇസ് ഹിയർ ആൻഡ് വൺ ഇസ് ഇൻ അറ്റ് യുവർ പ്ലേസ്. ഓക്കെ, നമ്മൾ ഒരു കോമൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ എന്താണ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സെഡ് ആക്സിസിൽ മെഷർമെന്റ് നടത്തി. Okay, let's say that you made the measurement. Srikanth makes the measurement along the z-axis. Okay. Right? I could make the measurement along x-axis, y-axis, or z-axis, right? Yeah. We agree on the same coordinate system. Yes. Right? In a z-axis, തന്നെയാണ് measure ചെയ്യുന്നതെങ്കിൽ after the measurement and after when we after we meet and compare, we'll see that if whenever we made the measurements along the z-axis തന്നെ നമ്മൾ രണ്ടാളും measurement നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസസിൽ മാത്രമേ കോറിലേഷൻ ഉണ്ടെന്ന് കാണാൻ കഴിയും. Right? Yes. But we cannot say that one measurement caused the other result. Okay, I mean, it doesn't make sense to say it because നമ്മുടെ രണ്ട് inertial frame agree ചെയ്തിട്ടുണ്ട്. There could be someone else in another inertial frame. Right? He would say that the clocks are out of sync. The special theory of relativity എല്ലാ പ്രോബ്ലംസ് അവിടെ വരുമല്ലോ. അയാൾ പറയും ക്ലോക്സ് ഔട്ട് ഓഫ് സിങ്ക് ആണ്, ഒരു മെഷർമെന്റ് മറ്റേ മുൻപ് നടന്നു, ഒന്ന് മറ്റേനെ കോസ് ചെയ്തെന്ന് പറയും. Okay. Where frame, in yet another frame, again the clocks will be out of sync in a different way, and he'll say the other measurement was done in the first time, right? പക്ഷെ ഇവിടെ എനിക്ക് വേറൊരു ഇഷ്യൂ കൂടെ എനിക്ക് മനസ്സിലാവാത്തതുണ്ട്. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന തിയറി തന്നെ ഇറ്റ്സ് നോട്ട് എ റിലേറ്റിവിസ്റ്റിക് തിയറി. വി കംപ്ലീറ്റ്ലി യൂസ് എ നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് ടു എക്സ്പ്ലെയിൻ ദീസ് തിങ്സ്. യെസ്. സോ ഐ മീൻ, ഞാൻ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ എനിക്ക് കിട്ടുന്നില്ല. സെബാസ്റ്റ്യന്റെ എക്സ്പ്ലനേഷന്റെ പ്രശ്നമല്ല, ഞാനും വേറെ പല രീതിയിലും ഞാൻ ഇത് വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ട് എനിക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എനിക്ക് we just get used to this kind of thing. We don't completely understand. We just get used to. ഇത് നമ്മൾ പരിചയിക്കുക ശീലമാണ് ചെയ്യുന്നല്ലേ. ഇത് നമ്മൾ ഒരു ഉള്ള ഒരു ഫ്ലോ, ഐ മീൻ ബൈ ഡേറ്റ നമുക്കിത് കാണുന്നുണ്ട്. പക്ഷെ അതിനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇതിൽ ജസ്റ്റ് കണ്ണടച്ച് വെച്ചിട്ട് ഓക്കെ just accept this, don't think further, just accept this is reality എന്ന് പറയുന്ന പോലെയാണ്. അല്ല, ആക്ച്വലി എൻടാംഗിൾമെന്റ് എന്ന് പറയുന്ന കാര്യം റിലേറ്റിവിസ്റ്റിക് തിയറിയിലുണ്ട്. അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല, അല്ലെ ക്വാണ്ടം പ്രിൻസിപ്പിൾസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രധാന എവിഡൻസ് എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് റിലേറ്റിവിസ്റ്റിക് തിയറി, ക്വാണ്ടം പ്രിൻസിപ്പിൾസിന്റെ തന്നെ അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് ആയിട്ട് നമുക്ക് ക്വാണ്ടം തിയറി, റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ക്വാണ്ടം തിയറീസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇഫ് ദീസ് ആർ ഇൻകൺസിസ്റ്റന്റ് വി വുഡന്റ് ബി ഏബിൾ ടു കൺസ്ട്രക്ട് quantum theories which were relativistic. ഇപ്പോൾ ഉദാഹരണം ക്വാണ്ടം ഫീൽഡ് തിയറി എടുക്കുകയാണെങ്കിൽ ക്വാണ്ടം ഫീൽഡ് തിയറി is a quantum theory. It's consistent with special theory of relativity. Entanglement പോലുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. It's all there. Okay. I think this can be taken as an evidence at least that there's no inconsistency between the theories. Inconsistent ആണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു എന്താണ്
റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ക്വാണ്ടം തിയറീസ് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു. So the fact that we have relativistic quantum theories actually shows that there is no inconsistency, I think. Okay, thank you. Thank you. Nice talk. Thanks a lot. Yeah. Thanks, Srikanth. PM Narayanan ഒരു ക്വസ്റ്റ്യൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുവാണെങ്കിൽ പ്ലീസ്. Yes, I can ask it. Thank you so much. എനിക്ക് ഞാനിപ്പോഴും ക്ലാസിക്കൽ ഫിസിക്സിന്റെ അപ്പുറത്തേക്കൊന്നും പോകാത്തത് കാരണം എനിക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ എന്ത് കഥകൾ പറയുമ്പോൾ ഞാനൊരു കഥയായിട്ടാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തുറക്കം മുതൽ തന്നെ കഥ കേൾക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള ലെക്ചറുകൾ കേൾക്കുന്നത്. അത് എനിക്ക് ഓൾവേസ് ഐ എം ഇൻട്രസ്റ്റഡ് ടു ലിസൺ ദാറ്റ്. പിന്നെ സെബാസ്റ്റ്യൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിലും. കാരണം ഇത് പലരും മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസിനെ നമ്മൾ ഭാഷയുടെ ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ ഒരു ഇക്വേഷൻ പോലെ കംപ്ലീറ്റ്ലി കോറിലേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പൊ അതൊരു ഭാഷയുടെ പരിമിതിയാണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കണക്കാക്കണം. എനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ഒരു ഇലക്ട്രോണിനെ പോയിന്റ് എയിലും പോയിന്റ് ബിയിലും കാണാം എന്ന് പറയുന്നത് അതിലെനിക്ക് വലിയ അത്ഭുതം എന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഇലക്ട്രോൺ എന്നത് ഒരു ഊർജമാണ്, അല്ലെങ്കിൽ എനർജീന്റെ പാക്കറ്റ് ആണെന്ന് പറയാം. അപ്പം എനർജി പാക്കറ്റിന് എന്നെ പോലെ എൻ്റെ പോലെ നാരായണൻ, അതേപോലെ സെബാസ്റ്റ്യൻ, അതേപോലെ വേറെ അത് കംപ്ലീറ്റ് യൂണിഫോം ആണല്ലോ. എല്ലാ ഇലക്ട്രോണും ഒരേപോലുള്ളതല്ലേ. അപ്പൊ ഞാൻ ഇവിടെ കാണുന്ന ഇലക്ട്രോണിനെ തന്നെ അവിടെ തന്നെ കണ്ടു എന്ന് പറഞ്ഞു കഴിയുമ്പം അത് ഒരേ ഇലക്ട്രോൺ ആവണം ഇല്ല. ഒരേ സ്വഭാവമുള്ള രണ്ട് അവസ്ഥകൾ, അല്ലെ ഇലക്ട്രോണിനെ ഞാനൊരു അവസ്ഥ എന്ന് പറയുന്നു. ഒരേ അവസ്ഥയെ രണ്ടിടങ്ങളിൽ കാണുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ? അതാണ് ഒന്നാമത്തത്. ഇതേ തന്നെ ഇപ്പൊ ഇലക്ട്രോണിനെ മാറ്റി നിർത്തുന്നതിനെ, ഇലക്ട്രോണുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കണം അല്ലെങ്കിൽ ഒരു കളറുള്ളൊരു ഡോട്ട് എന്നുള്ള നമ്മളൊരു ചിത്രം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഊർജം എനർജി ആണെങ്കിൽ, ഇപ്പം ചൂട്, ഞാനിരിക്കുന്ന സ്ഥലത്തുള്ള ചൂടും ഇപ്പൊ സെബാസ്റ്റ്യൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്തുള്ള ചൂട് എന്ന ആ എനർജി രണ്ട് സ്ഥലത്തും ഒരേ സമയത്ത് കാണാം. അത് തരത്തിലുള്ള ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഉണ്ടാവുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇലക്ട്രോൺ ആണെങ്കിലും ചൂടാണെങ്കിലും പ്രോട്ടോൺ ആണെങ്കിലും ഇതിലൊന്നും വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളല്ല. എല്ലാ ഇലക്ട്രോണും ഒരേപോലെ ഉണ്ട്. പല സ്ഥലത്തും ഒരേ ഇലക്ട്രോണിനെ ഒരേ സ്ഥലത്ത് കാണാന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഇതിനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് കുറച്ചും കൂടെ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഒരു സജഷൻ. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരവാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ രണ്ട് സ്ഥലത്ത് കാണാം എന്നല്ല പറയുന്നത്, കാണാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, പക്ഷെ ചില എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ ഒരേ സമയത്ത് രണ്ട് സ്ഥലങ്ങളിലായിരുന്നു എന്ന് പറയേണ്ടി വരും. ബട്ട് വി ക്യാൻ നെവർ സീ ദാറ്റ്. നമ്മൾ എപ്പോഴും ഇലക്ട്രോണിനെ മെഷർ ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോണിന്റെ പൊസിഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ യു ഓൾവേസ് സീ ഇറ്റ് അറ്റ് വൺ പോയിന്റ്. ഇലക്ട്രോൺ അങ്ങനെ കാരണം അതാണ്. എന്റെ ഒരു ചോദ്യം, ഒരു ഇലക്ട്രോൺ എയും ഇലക്ട്രോൺ ബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഐഡന്റിക്കൽ ആണ്. രണ്ടും ഐഡന്റിക്കൽ ആണ്. അതിന്റെ സ്പേസിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ? അതെനിക്ക് മനസ്സിലായില്ല. അല്ല, ഇലക്ട്രോൺ എയും ഇലക്ട്രോൺ ബിയും, രണ്ട് ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ ഒരു എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇലക്ട്രോൺ എ ഉണ്ട്, ഇലക്ട്രോൺ ബി ഉണ്ട്. ഈ രണ്ട് ഇലക്ട്രോണുകളും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? അപ്പൊ ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, വേറൊരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. വെള്ളമാണ്. രണ്ട് ഗ്ലാസ്സിലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. മേ ബി ഞാൻ ക്വാണ്ടത്തിൽ നിങ്ങൾ കഥകൾ പറയുന്ന പോലെ തന്നെ എനിക്കും ഇത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞെടുക്കാൻ പറ്റും. നേരത്തെ ഇതിന്റെ തൊട്ട് മുമ്പ് ചോദിച്ച അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്കിതിനെ നമ്മളൊരു അന്ധമായിട്ടും പറയുന്നില്ല, നമ്മളൊരു പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉള്ള ഒരു വേൾഡിന് ഉണ്ടാക്കി അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മളുടെ തിയറീസിനെ സെറ്റ് ചെയ്യുകയാണോ എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് സംശയമായി പോകും. കാരണം സ്റ്റിൽ ഐ ആം more comfortable with the classical physics. Maybe that is my problem. Okay, ഇലക്ട്രോണിന്റെ കാര്യം പറഞ്ഞു. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പോലുള്ള എക്സ്പെരിമെന്റ് എടുക്കണം. നമ്മൾ ഇലക്ട്രോൺ ഒരു സ്ക്രീനിലേക്ക്, ഇലക്ട്രോണായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സ്ക്രീനിലേക്ക് പതിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഓൾവേസ് മേക്സ് വൺ ഡോട്ട്, ഒരു സിംഗിൾ പോയിന്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ സ്ക്രീനിലേക്ക് എത്തിയോ എന്നുള്ളത് നമുക്ക് ആ സ്ക്രീനിൽ എത്തിയിട്ട് ഒരു ഡോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും. There's a what is a scintillation or a point
point is created on the screen. ഇതുകൊണ്ടാണ് ഇലക്ട്രോണിനെ പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇലക്ട്രോണിനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ യു ഓൾവേസ് see the effect of one particle. We don't see the electron, ഒരു സിംഗിൾ ഇലക്ട്രോൺ നമ്മൾ സ്ക്രീനിലേക്ക് പതിപ്പിക്കുകയാണെങ്കിൽ there are not many dots. There's just one dot. ഇലക്ട്രോൺ ഒരു സ്ക്രീനിൽ ഒരു പോയിന്റിൽ തന്നെയാണ് പതിക്കുന്നത്. ഇത് നമുക്ക് ഒബ്സർവേഷനിലായിട്ട് അറിയാൻ കഴിയും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഡിഫറെന്റ് ഇലക്ട്രോൺസിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ കുറിച്ച് സാധാരണ പറയാറുണ്ട്. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്. ഈ സോഴ്സിൽ നമുക്ക് സിംഗിൾ ഇലക്ട്രോൺസിനെ ഈ സ്ക്രീനിലേക്ക് പതിപ്പിക്കാം. ഈ സിംഗിൾ ഇലക്ട്രോൺസ് സ്ക്രീനിൽ പതിക്കുമ്പോൾ ഓരോ പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റുകൾ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് പാറ്റേൺ കിട്ടും. In order to explain this pattern, ഈ പാറ്റേൺ, ഈ സ്ക്രീനിൽ കിട്ടുന്ന പാറ്റേൺസിനെ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഈ സ്ക്രീനിൽ കിട്ടുന്ന പാറ്റേൺസിനെ വിശദീകരിക്കണമെങ്കിൽ we should assume that, okay, the one way to explain this at least is that each electron passed through both slits at the same time. അത് ഒരു ഇലക്ട്രോൺ ഇവിടെ എത്തി, അത് സ്ക്രീനിൽ പതിച്ചു, ഒരു പോയിന്റ് വന്നു, അതിനുശേഷം മാത്രമാണ് അടുത്ത ഇലക്ട്രോൺ നമ്മൾ കടത്തി വിടുന്നത്. Right? And the pattern builds up over time. Right? Double slit experiment എന്നുള്ള ഇത് നോക്കുകയാണെങ്കിൽ കൂടുതൽ there's this famous example, thought experiment at least, which also has been done, double slit experiment. Okay, അപ്പൊ ഇതിന്റെ പല എക്സ്പ്ലനേഷൻസും അവൈലബിൾ ആണ്. Okay, at least the best source is of course ഫൈൻമാൻ. Okay, so ഫൈൻമാൻ ഈ രീതിയിലല്ല മാത്തമാറ്റിക്കലായിട്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. എനിക്കിതിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. എനിക്ക് ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഉപയോഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഒരേ ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്നുള്ളതിനെ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരേ സമയത്ത് ഒരു തൊട്ടാവാടീന്റെ ഇല ഒരു വിടർന്നിട്ടുമാണ് അത് നമ്മൾ അത് ഉറങ്ങിയും കൊണ്ടുമാണ്. തൊട്ടാവാടി എന്നുള്ളത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഒരു ചെടി തൊട്ട് കഴിഞ്ഞാൽ വാടുന്ന സാധനം. അപ്പൊ നമ്മൾ ഞാൻ എപ്പോഴും അതിനെ കാണുന്ന രീതിയിലാണ്. നമ്മൾ ഒബ്സർവർ തൊട്ട് കഴിഞ്ഞാൽ അത് വാടിപ്പോകുന്നു. അപ്പം അതൊരു ഞാൻ ഡയറക്റ്റ് അല്ല, എനിക്ക് ഇതിനെ ഈ മൊത്തം കൺസെപ്റ്റിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഞാനിതിനെ പലതരത്തിലും കൂട്ടി യോജിപ്പിച്ച് വായിക്കാനുള്ള ശ്രമത്തിലാണ്. സോ യുവർ ലെക്ചർ വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇംപ്രസീവ്. നന്നായിരുന്നു. ഇനിയും അതിനെക്കുറിച്ച് കേൾക്കാനുള്ള താല്പര്യമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഞാൻ ശ്രീകാന്ത് പറഞ്ഞ ഒരു കാര്യം ഒന്ന് ചെറുതായിട്ട് ഒരു ക്ലാരിഫൈ ചെയ്യട്ടെ. ശ്രീകാന്തിന്റെ ഒരു സംശയം നോൺ റിലേറ്റിവിസ്റ്റിക് വേഴ്സസ് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പൊ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരുന്നത് നോൺ റിലേറ്റിവിസ്റ്റിക് അല്ലേ എന്നാണ് ചോദ്യം. അതല്ല, ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. കാരണം ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ഡു എനിത്തിങ് വിത്ത് ദ ഡൈനാമിക്സ്. ദാറ്റ് ഈസ് എ ക്വാണ്ടം നേച്ചർ. ക്വാണ്ടം നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ വേവ് ഡ്യുവാലിറ്റി. സോ ലോങ് ആസ് ഇറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് ആസ് എ വേവ്, then it can be represented as a wave function. Wave function has this property that it can be superposed. Sinum cosinum solution ആണെങ്കിൽ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ a sin x plus b cos x, individually they are solution. Any linear combinations also are solution. അത് വേവ് മെക്കാനിക്സിന്റെ വേവിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് സൂപ്പർപൊസിഷൻ. ഡൈനാമിക്സിന്റെ പറയുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ക്ലാസിക്കൽ മെക്കാനിക്സിനെ വേർതിരിക്കുന്ന ഇതേപോലത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഇതിൽ വരുന്നില്ല, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് രണ്ടുമാണ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ദ ക്ലാസിക്കൽ പിക്ചർ. ഈ ക്വാണ്ടം വേൾഡിനെ ടോട്ടലി ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് നൽകുന്ന ഈ രണ്ട് സംഭവങ്ങളാണ് ഏതാണ്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിത്തറ എന്ന് തന്നെ പറയാം. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ as well as principle of superposition. But superposition is not dependent on whether it is special theory of relativistic quantum mechanics or non-relativistic quantum mechanics. It is irrelevant. ആ ഒരു കമന്റ് ആണ് എനിക്ക് പറയേണ്ടത്. താങ്ക് യു. താങ്ക് യു സുബ്രഹ്മണ്യ സർ. ഞാനിവിടെ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചത്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പൊതുവെ യൂസ് ചെയ്യുന്ന, ഞാൻ ക്വാണ്ടം എൻടാംഗിൾമെന്റിൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അപ്പോൾ നമ്മൾ നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നുകൊണ്ട് ഈ ഒരു ഇഷ്യൂനെ ഡീൽ ചെയ്തിട്ട് സ്പെഷ്യൽ റിലേറ്റിവിറ്റി പറയുന്ന whether you are in relativistic or non relativistic, that doesn't matter. അതാണ് ഞാൻ പറഞ്ഞത്. So long as the principle of superposition comes into picture, entanglement is a consequence of that.
അപ്പോ അതിന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ടുള്ള ടൈപ്പ് വരുന്നത് പ്രിസൈസ്ലി ഐൻസ്റ്റൈൻസ് പോസ്റ്റുലേറ്റ്. ദാറ്റ് മീൻസ് നോ സിഗ്നൽ ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ് എന്നുള്ള പോസ്റ്റുലേറ്റ്. അത് വരുന്നത് only when you can make prediction of a distant thing happening sitting here without actually he mentioned about that no signal theory. No signaling theorem. No signaling theorem. Yes. Yeah. That's how we have to understand. Okay, thank you. Okay. താങ്ക് യു ഫോർ ദ കമന്റ്സ്. നമുക്ക് ഒരു 3 ചോദ്യങ്ങളുണ്ട് ചാറ്റിൽ, അതുപോലെ ഫ്രാൻസിസിന് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ഡിസ്കഷൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, സെബാസ്റ്റ്യന് സമയം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ് മേ ബി ആഫ്റ്റർവേർഡ്സ്. അപ്പോൾ ഫ്രാൻസിസ് ചോദ്യം ചോദിച്ചോളൂ, എന്നിട്ട് നമുക്ക് ചാറ്റിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ടൈം ഒത്തിരി ആയെന്ന് എനിക്കറിയാം. ഒരു ചെറിയ ചോദ്യമാണ്. സെബാസ്റ്റ്യൻ ഈ ടോക്ക് ബെസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് അറിയാവുന്നതിലും കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഷോൺ കരോള് പറഞ്ഞ ആ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഈ വർഷത്തെ ഫിസിക്സ് നോബൽ സമ്മാനം കിട്ടിയ ആ സാഹചര്യത്തിൽ സയന്റിസ്റ്റ് ആ എക്സ്പെരിമെന്റിന്റെ വെളിച്ചത്തിൽ ഫിസിക്സ് വേൾഡ് പറയുന്നത്, സയന്റിഫിക് വേൾഡ് പറയുന്ന ആ കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്നാലും എന്നെ ഇപ്പോൾ ശ്രീകാന്ത് ചോദിച്ച പോലെ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ടോക്കിന്റെ ടൈറ്റില് എൻടാങ്കിൾമെന്റ് വഴി നമുക്ക് റിലേറ്റീവ് ലൈറ്റ് ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുമോ, ലംഘിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അത് പറ്റില്ല എന്ന് സന്നിഗ്ധമായി സെബാസ്റ്റ്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എൻടാങ്കിൾമെന്റിന്റെ കോറിലേഷൻ റിസൾട്ട്സ് നമുക്ക് കമ്പയർ ചെയ്യാൻ ഇപ്പോൾ വൈഡ്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് ഇയേഴ്സ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ റിസൾട്ട് ഇവിടെ കൊണ്ടുവന്ന് കമ്പയർ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഈ കോറിലേഷൻ കണ്ടെത്തുന്നത് എന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നത്, എൻടാങ്കിൾഡ് പാർട്ടിക്കിളിന്റെ ഒരു പാർട്ടിക്കിൾ, ഈ ചോദ്യത്തിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, അവിടെ പാർട്ടിക്കിളിനെ ഇവിടുന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു, അതിൻ്റെ ഏതെങ്കിലും ഒരു സ്പിന്നോ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ്ലി നമുക്കറിയാം അതിൻ്റെ അതുമായിട്ട് എൻടാങ്കിൾ ചെയ്തുള്ള മറ്റേ പാർട്ടിക്കിളിൻ്റെ ആ പ്രോപ്പർട്ടി എന്താണ് എന്ന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ആ അറിയാൻ പറ്റുന്നത് അത് നേരത്തെ എൻടാങ്കിൾഡ് ആണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ, അല്ലാതെ അത് അറിയത്തില്ലാതെ ഒരു ഒബ്സർവറാണ് ഈ ഒബ്സർവേഷൻ നടത്തുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുമെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ആ ഒബ്സർവറിനുള്ള പ്രീ നോളജ് അല്ലേ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് സിഗ്നല് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ സിഗ്നല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇൻസ്റ്റന്റേനിയസ് ഇൻഫ്ലുവൻസ് ഉണ്ടായെന്ന് പറയുന്നത്? ഇവിടെ ഒരു സിസ്റ്റം എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസിലെ പെയറിലെ ഒരെണ്ണത്തിനെ ഇവിടെ മെഷർ ചെയ്യുന്നു. അപ്പോൾ അതേ ഇൻസ്റ്റന്റിൽ എന്ത് മാറ്റമാണ് വിദൂരതയിലുള്ള പാർട്ടിക്കിളിൽ ഉണ്ടാകുന്നത്? അതുണ്ടാകുന്നുള്ള നമ്മുടെ നോളജ് അല്ലേ. നമ്മൾ since we know that it is entangled, we know that it has a property now. അതല്ലേ ഉണ്ടാകും, നമ്മുടെ പ്രീ നോളജ് അല്ലേ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ചോദ്യം. ഇത് പക്ഷേ സയൻസിന്റെ ഫണ്ടമെന്റലിലോ അല്ലെ ഫിസിക്സ് ഫിലോസഫി ആയിട്ടുള്ള ഇന്റർസെക്ഷനിലോ വല്ല ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്ന് തോന്നുന്നു. അതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റുമോ? അതെ, അത് ഈ ഇങ്ങനെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി വീഡിയോ കാണിക്കാം സാർ, വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ, കാണാമല്ലോ അല്ലേ? കാണാം. അപ്പൊ ഇവിടെ അതായത് ഞാൻ പറഞ്ഞ പോലെ സാറ് പറഞ്ഞിരുന്നത് നമുക്ക് എന്തെങ്കിലും ആംഗുലർ മൊമെന്റം കൺസർവേഷൻ ഒക്കെ ഇനീഷ്യലി നമ്മളൊരു ഹിഗ്സ് ബോസോണിന്റെ ഡീകെ ഇൻറ്റു പോസിട്രോൺ ആൻഡ് ഇലക്ട്രോൺ ആണ് എടുക്കുന്നതെങ്കിൽ അതായത് അവിടെ ടോട്ടൽ ആംഗുലർ മൊമെന്റം 0 ആണ്. ഈ ഇൻഫർമേഷൻ നമുക്ക് വേണം. എന്നാൽ മാത്രമേ ഇവിടെ നമ്മൾ Z ഡയറക്ഷനിൽ സ്പിൻ മെഷർ ചെയ്യുകയാണെങ്കിൽ Z
സെഡ് ഡയറക്ഷനിൽ തന്നെ സെക്കൻഡ് പാർട്ടിക്കിളിന്റെ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോറിലേഷൻ കിട്ടും എന്നുള്ളത് മനസ്സിലാകുന്നു. ബട്ട് വി നീഡ് ദിസ് ഇൻഫർമേഷൻ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ലാംഗ്വേജിലാണെങ്കിൽ അതിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ്, കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് അറിയുമെങ്കിൽ മാത്രമാണ് ഞാനിപ്പോൾ ഒരു സെഡ് ഡയറക്ഷനിൽ മെഷർ ചെയ്തു, മറ്റേ ആൾ സെഡ് ഡയറക്ഷനിൽ മെഷർ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അയാൾ സെഡ് ഡയറക്ഷൻ തന്നെ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് കിട്ടുമെന്ന് എനിക്കറിയാം. അയാൾ സെഡ് ഡയറക്ഷൻ തന്നെ മെഷർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അയാൾ മുൻപ് തന്നെ സെഡ് ഡയറക്ഷൻ ഓൾറെഡി മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സെഡ് ഡയറക്ഷൻ ഓൾറെഡി മെഷർ ചെയ്ത് അപ്പൊ എന്റെ പ്രാക്ടിക്കൽ പേഴ്സൺ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്റെ പാർട്ടുകൾ മെഷർ ചെയ്യാന്നുള്ള മാത്രമാണ്. അത് മെഷർ ചെയ്യുമ്പോൾ റിസൾട്ട് കംപ്ലീറ്റ്ലി റാൻഡം ആണ്. എനിക്ക് അപ്പ് സ്പിൻ കിട്ടും അല്ലെങ്കിൽ ഡൗൺ സ്പിൻ കിട്ടും. പക്ഷെ മറ്റേ പാർട്ടികളുടെ ആ മെഷർമെന്റ് ഔട്ട്കം നമ്മൾ അറിയുന്നത്, നമുക്ക് അന്നേരം മനസ്സിലാകുന്നത് നമ്മുടെ പ്രീ നോളജ് അല്ലേ? നോളജ് കൊണ്ടല്ല. യെസ് പ്രീ നോളജ് ഉണ്ട്. ഒന്നെങ്കിൽ കൺസർവേഷൻ ലോസിന്റെ കാര്യം പറഞ്ഞല്ലോ, വേവ് ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി അറിയാമെന്ന് കരുതുക. ഈ പ്രീ നോളജ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ്, അയാൾ എന്ത് മെഷർ ചെയ്യുന്നത് നമുക്ക് അറിയില്ല, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് ഈ പ്രീ നോളജ് കൊണ്ട് മനസ്സിലാകുന്ന ഒരു കാര്യം, ഞാൻ സെഡ് ഡയറക്ഷനിൽ മെഷർ ചെയ്തു, അയാൾ സെഡ് ഡയറക്ഷൻ തന്നെ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് റിസൾട്ട് കിട്ടുന്ന എനിക്ക് അറിയാൻ കഴിയുന്നതിന്റെ കാരണം ഒന്നെങ്കിൽ ആംഗിൾ മൊമെന്റം കൺസർവേഷൻ ആർഗ്യുമെന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇനീഷ്യലി ഞാൻ പറഞ്ഞ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് എനിക്ക് അറിയാം എന്നുണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് അത് അറിയാനേ കഴിയില്ല. അതിനുശേഷം കോറിലേഷൻ കണ്ടുപിടിക്കുന്നത് കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് കോറിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻറ്റാങ്കിൾമെന്റ് ഉള്ളതുകൊണ്ടാണ് സംഭവിച്ചത്. അതായത് നമ്മൾ റാൻഡം ആയിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മെഷർ ചെയ്ത് അതേ ആക്സിസിൽ അയാൾ മെഷർ ചെയ്ത് റിസൾട്ട്സ് തമ്മിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കോറിലേഷൻ ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാക്കാം ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ എൻറ്റാങ്കിൾമെന്റ്. അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. അപ്പൊ ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാകുന്നത് നമ്മുടെ ഫൈനൽ റിസൾട്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ്. അതർവൈസ് വി ഡോണ്ട് നോ എനിത്തിങ്. അപ്പൊ എന്റെ മെഷർമെന്റ് ഔട്ട്കംസിനെ മറ്റേ സബ്സിസ്റ്റത്തിൽ നടത്തിയ മെഷർമെന്റ്സ് ബാധിക്കുന്നില്ല. ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നുള്ളതിന് അത് ഒരു തരത്തിലും ചേഞ്ച് ചെയ്യുന്നില്ല. എന്റെ പർപ്പസിന് ഇറ്റ്സ് ഓൾവേസ് 50-50. ഇപ്പൊ 2 സ്റ്റേറ്റ് സിസ്റ്റം ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് 50-50 എന്നുള്ളതാണ്. എന്റെ പർപ്പസിന് ഇറ്റ്സ് കംപ്ലീറ്റ്ലി റാൻഡം. ദ ഔട്ട്കംസ് ആർ ഗോയിങ് ടു ബി കംപ്ലീറ്റ്ലി റാൻഡം. ഓക്കെ, അതായത് അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് റിയൽ വേൾഡിന് ഒരു എഗ്രിമെന്റ് ഉണ്ടാകാത്തത്. ചില ഫിസിക്സ് സയന്റിഫിക് കമ്മ്യൂണിറ്റി തന്നെ ടോട്ടൽ അഗ്രിമെന്റ് ഉണ്ടാകാത്തത്. ഇംപ്ലിക്കേഷൻ എന്താ എനിക്ക് ശാലിനിക്ക് കൂടുതൽ പറയാൻ പറ്റും. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ എൻറ്റാങ്കിൾമെന്റ് ആണ്. എൻറ്റാങ്കിൾമെന്റ് ഇല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇല്ല അല്ലേ ശാലിനി? അങ്ങനെയല്ലേ? എൻറ്റാങ്കിൾമെന്റ് ഇല്ലെന്നല്ല ഞാൻ പറയും. അത് റിയലിസം ആയിട്ടുള്ള കോൺസിക്വൻസ്, റിയലിസത്തിന് എന്ത് കോൺസിക്വൻസ് ഉണ്ടാകുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അത് ഫിലോസോഫിക്കൽ ചോദ്യമാണ്. അത് അപ്പൊ നമുക്കിതിനെ 2 രീതി കാണാം. ഒന്നുകിൽ നമുക്ക് പറയാം നമ്മൾ ഈ പറഞ്ഞ പോലെ റിയലിസം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വേൾഡിനെ റിയൽ ആയിട്ട് കാണാം. ആൻഡ് ദെൻ വി സേ ദാറ്റ് ഈ റിയാലിറ്റി നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് അതിനെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്സ് ആണെന്ന് പറയാം. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ കാണുന്നതാണ് ഈ വേൾഡിന്റെ റിയാലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ലോക്കൽ റിയലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ ഇപ്പൊ ഐൻസ്റ്റൈൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, EPR പേപ്പറിൽ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ക്രൈറ്റീരിയ ഉണ്ട്, ലോക്കൽ റിയലിസം. അപ്പൊ ലോക്കൽ റിയലിസം എന്നുള്ളതാണ് നമ്മുടെ ക്രൈറ്റീരിയ ആണെങ്കിൽ അത് നമുക്ക് അതെന്തായാലും ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നില്ല. ബട്ട് റിയലിസം ആസ് സച്ച് വി ക്യാൻ തിങ്ക് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഈവൻ ഇഫ് ദ വേൾഡ് ഇസ് റിയൽ. വേൾഡ് റിയൽ ആണോ അല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ റെഡി ടു അക്സെപ്റ്റ്. വേൾഡ് റിയൽ ആണെങ്കിൽ ഇറ്റ്സ് എ വിയർഡ് വേൾഡ്, റിയൽ അല്ലെങ്കിൽ ഇറ്റ്സ് ഈവൻ വിയർഡ് ഓർ മേ ബി ഐ ഡോണ്ട് നോ. സോ അപ്പൊ അത് that question cannot be settled as yet, I think. Okay, thank you. താങ്ക് യു ഫ്രാൻസിസ്. ചാറ്റിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേക്ക് പോവാം. ജയൻ TV ആണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ജയൻ ആക്ച്വലി 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ മേ ബി നമുക്കത് ഒരുമിച്ച് അഡ്രസ് ചെയ്യാം അല്ലെ? അപ്പൊ ആദ്യത്തെ ചോദ്യം മുഴുവൻ മനസ്സിലായിട്ടില്ല. ക്യാൻ യു ഡിസ്ക്രൈബ് ഓൺ ഹിഡൻ വേരിയബിൾസ്? സെബാസ്റ്റ്യൻ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ്. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഹിഡൻ വേരിയബിൾസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ യൂഷ്വൽ ക്ലാസിക്കൽ മെക്കാനിക്കൽ കേസിൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യണമെന്നായിരുന്നു. അപ്പൊ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി പറയാം അത് 50-50 പ്രോബബിൾ ആണെന്നുള്ളത്. ബട്ട് ആക്ച്വലി നമ്മൾക്ക് അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അറിയാം, അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും കംപ്ലീറ്റ് ആയിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വേരിയബിൾസ് എല്ലാം തന്നെ നമുക്ക് അറിയാമെങ്കിൽ
വേരിയബിൾസ് എല്ലാം തന്നെ അറിയാമെങ്കിൽ ഇതിന്റെ ഔട്ട്കം നമുക്ക് 100% സർട്ടൻ ആയിട്ട് പ്രഡിക്ട് ചെയ്യാം. അപ്പൊ ഇതിനെ അഫക്ട് ചെയ്യുന്ന വേരിയബിൾസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ പ്രോബിലിറ്റി ഉപയോഗിക്കുന്നത്. 50-50 പ്രോബിലിറ്റി, ഹെഡ് വീഴാനും ടെയിൽ വീഴാനും 50-50 പ്രോബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഇതിന് കാരണം ഇവിടെ കുറച്ച് വേരിയബിൾസ് ഉണ്ട്. ഈ വേരിയബിൾസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. വെറുതെ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള പ്രഷർ എത്രയാണെന്നോ അതുപോലെ ഇവിടെയുള്ള ഗ്യാസിന്റെ ഡെൻസിറ്റി എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല. ഞാൻ എത്ര ഫോഴ്സ്, ഓരോ തവണ എത്ര ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, ഇതൊന്നും അറിയില്ല. അപ്പൊ ഇവിടെ ഫോർ ഓൾ പ്രാക്ടിക്കൽ പേർപ്പസസ് ദീസ് ആർ ഹിഡൻ വേരിയബിൾസ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് വേണമെങ്കിൽ ഹിഡൻ വേരിയബിൾസ് എന്ന് പറയാം. ഇൻ ദ സെൻസ് ദാറ്റ് ദീസ് ആർ നോട്ട് റൈറ്റ് നൗ ഇറ്റ്സ് നോട്ട് ആക്സസിബിൾ. ഓക്കെ, ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിലെ ഹിഡൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് ആക്സസിബിൾ അല്ല. ഒരു തരത്തിലും ആക്സസിബിൾ ആകുകയില്ല. ക്ലാസിക്കൽ മെക്കാനിക്സ് അറ്റ്ലീസ്റ്റ് ഇൻ പ്രിൻസിപ്പിൾ യു ക്യാൻ ആക്സസ് ദീസ് വേരിയബിൾസ്. പ്രഷർ എത്രയാണെന്ന് നോക്കാം, ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കുന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ബട്ട് ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി ആക്സസ്ഡ്. അല്ലെങ്കിൽ നമ്മൾ റോബോട്ടിനെ കൊണ്ടാണ് ടോസിങ് ചെയ്യിക്കുന്നതെങ്കിൽ വി ക്യാൻ ആക്സസ് ഈവൻ മോർ വേരിയബിൾസ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഹിഡൻ വേരിയബിൾസ് ആണ്. ഇതുപോലുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന്റെ സ്റ്റേറ്റിനെ എക്സാക്ട്ലി ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് ഒരു തരത്തിൽ ഇതിനെ ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഇതിനെ ഹിഡൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ബെൽസ് തിയറി ആക്ച്വലി പ്രൂവ് ചെയ്യുന്നത് ഒരു ലോക്കൽ ഹിഡൻ വേരിയബിൾ തിയറി ഉപയോഗിച്ച് ക്വാണ്ടം മെക്കാനിക്സിന്റെ റിസൾട്ട്സ് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഈ ഇലക്ട്രോണിന്റെ അടുത്തുള്ള വേരിയബിൾസ്, തൊട്ടടുത്തുള്ള വേരിയബിൾസ്, ഹിഡൻ വേരിയബിൾസ് ഉണ്ടെന്നുള്ള അസംഷനിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ റിസൾട്ട്സ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ബട്ട് വി ക്യാൻ തിങ്ക് ഓഫ് എ നോൺ ലോക്കൽ ഹിഡൻ വേരിയബിൾ തിയറി. അതായത് ലാർജ് ഡിസ്റ്റൻസ് എപ്പാർട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ഇലക്ട്രോണിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള നോൺ ലോക്കൽ ഹിഡൻ വേരിയബിൾ തിയറി പോസിബിൾ ആണ്. അതിന് ഉദാഹരണം എനിക്ക് വന്നത് ബോമിയൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയും. ദിസ് ഫോർമുലേഷൻ കോൾഡ് ബോമിയൻ ക്വാണ്ടം മെക്കാനിക്സ്. ബോമിയൻ ക്വാണ്ടം മെക്കാനിക്സിൽ ഇലക്ട്രോൺസിന് ഡെഫിനിറ്റ് മെഷർമെന്റ് ഔട്ട്കംസ് ഉണ്ട്. അതൊരു ഹിഡൻ വേരിയബിൾ തിയറിയാണ്. പക്ഷേ ഹിഡൻ വേരിയബിൾസ് നോൺ ലോക്കലാണ്. ഓക്കെ, അതിന്റെ അടുത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിനെ ബാധിക്കുന്നത്. അപ്പൊ അവിടെ ആദ്യം തന്നെ ലോക്കാലിറ്റി ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. നോൺ ലോക്കൽ ഹിഡൻ വേരിയബിൾ തിയറി പോസിബിൾ ആണ്. ബെൽസ് തിയറി ആക്ച്വലി പറയുന്നത് ലോക്കൽ ഹിഡൻ വേരിയബിൾ തിയറി പോസിബിൾ അല്ല എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോണിന്റെ എക്സാക്ട് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ലോക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ യു കനോട്ട് റീപ്രൊഡ്യൂസ് ദ റിസൾട്ട്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളതാണ് പറയുന്നത്. ഐ തിങ്ക് ഐ ഹാവ് ആൻസർഡ് ഇറ്റ് ടു സം സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചാറ്റിലുള്ളത് ഹർഷിതയാണ് ചോദിച്ചിട്ടുള്ളത്. You mentioned that if two electrons, even they separated from space, if we know one state, the other electron state, we get the information. But classically, is that possible if we consider two persons separated by space? Here that entanglement works in classically. ക്ലാസിക്കലി ഇത് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാരണം, നമുക്ക് ഈ എൻടാങ്കിൾമെന്റ് കാര്യങ്ങൾ ലാബോറട്ടറിയിൽ നിലനിർത്തണമെങ്കിൽ ഇതിനെ ഔട്ടർ എൻവയോൺമെന്റിൽ നിന്ന് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്യണം. ഇതിന്റെ കാരണം ഔട്ടർ എൻവയോൺമെന്റ് ആയിട്ട് ഇത് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ്സ് entangled with the outer environment. Each branch gets entangled with the outer environment, and we say that there's a decoherence. പിന്നെ ഡീകോഹെറൻസ് എന്നാണ് പറയുക. ഈ ഡീകോഹെറൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ then it behaves like അതായത് ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. It behaves like classical system. ഈ എൻടാങ്കിൾമെന്റ് പോലുള്ള കാര്യങ്ങൾ ആക്ച്വലി ഒബ്സർവ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു ഐസൊലേറ്റ് ഇറ്റ് ഫ്രോം ദ എൻവയോൺമെന്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ അല്ലാത്ത സിസ്റ്റംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, പേഴ്സൺസ് അല്ലെ ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റംസ് എടുക്കുകയാണെങ്കിൽ, ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഈസ് ഫൈൻ. ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ വർക്ക്സ് പെർഫെക്റ്റ്ലി വെൽ. നമുക്കറിയാം ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ എൻടാങ്കിൾമെന്റ് പോലുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയും അതിന്റെ എഫക്ട്സ് ഒബ്സർവ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ മൈക്രോസ്കോപ്പിക് വേൾഡ്. Okay, and it should be completely isolated from the environment. ഇനി കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ എന്താണ് ലാർജർ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന്റെ കേസിൽ നമുക്ക് എൻടാങ്കിൾമെന്റ് നിലനിർത്താൻ കഴിഞ്ഞേക്കും. ബട്ട് ഇറ്റ്സ് മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ട്. ഇറ്റ് ഗെറ്റ്സ് മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ട്. ഈ ഐസൊലേഷൻ എൻവയോൺമെന്റിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരും. എനിക്ക് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള കാര്യങ്ങളിലും ഈ എൻവയോൺമെന്റിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം തോന്നുന്നത്. ഡീകോഹെറൻസ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ബിഹേവിംഗ് ലൈക്ക് എ ക്ലാസിക്കൽ സിസ്റ്റം. വേറെ രീതി പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം നമ്മൾ ക്ലാസിക്കൽ ലിമിറ്റിലേക്ക് എടുക്കുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്. അതുകൊണ്ട് നമ്മുടെ പേഴ്സൺസ് അതുപോലെ
ലാർജ് ഓബ്ജക്ട്സ്, ഈ കേസിലൊന്നും എൻറ്റാങ്കിൾമെന്റിനെ കുറിച്ച് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. സൂപ്പർ പൊസിഷൻ എൻറ്റാങ്കിൾമെന്റിന് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. For that, classical description is fine. It's just perfect. ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഇപ്പൊ ലാബോറട്ടറി തന്നെ എൻറ്റാങ്കിൾമെന്റ് പോലുള്ള കാര്യങ്ങൾ നോക്കണമെങ്കിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, വളരെ കെയർഫുൾ ആയിട്ട് ക്യൂറേറ്റ് ചെയ്ത സാഹചര്യങ്ങൾ ആവശ്യമാണ്. Okay, അടുത്ത question, JNTV. Where is locality not used? Usually expressed in X, Y or Z axis. Is it in relativity? എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല. ജയൻ ഓഡിയൻസിൽ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നെങ്കിൽ പ്ലീസ് ഡു. താങ്ക് യു. ഹലോ, ആ, ആക്ച്വലി ടോക്ക് ഹാഫ് അപ്പോഴാണ് ഈ ഹിഡൻ വേരിയബിൾ. വീഡിയോ കൂടെ ഓൺ ആയിക്കോളൂ. ദെൻ അതുപോലെ തന്നെ ഇപ്പം നമ്മള് ഇതിലത്തെ ഈ ക്വാണ്ടം മെക്കാനിക്സിലത്തെ എക്സ്പ്ലനേഷൻസ് ഒക്കെ XYZ ആക്സസുകളെ ബന്ധിപ്പിച്ചിട്ടാണല്ലോ സാധാരണ അതിന്റെ ഇക്വേഷൻസും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയോ നോൺ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ വരുന്നുണ്ടെന്ന് അതിന്റെ എക്സ്പ്ലനേഷനിൽ കണ്ടു. അപ്പൊ അത് എവിടെയാണ് വന്നത് എന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. അതെ, അത് ഞാൻ പറഞ്ഞ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ വേവ് ഫംഗ്ഷൻ എടുക്കുന്നത് എല്ലാം നമ്മൾ ലോക്കലായിട്ട് തന്നെയാണ്. ഇതിന്റെ ഇവല്യൂഷൻ ഇവിടെ എല്ലാം ലോക്കലായിട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ എൻറ്റാങ്കിൾ സിസ്റ്റം എടുക്കുമ്പോൾ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു നോൺ ലോക്കാലിറ്റി വരുന്നത്. അതായത് ലാർജ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിലും ദേ ആർ പാർട്ട് ഓഫ് വൺ വേവ് ഫംഗ്ഷൻ. ഒരു വേവ് ഫംഗ്ഷൻ കൊണ്ടാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് ബേസിക്കലി നോൺ ലോക്കാലിറ്റി പറയുന്നത്. ഈവൻ ദോ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ലാർജ് ഡിസ്റ്റൻസ്, ദേ ആർ സ്റ്റിൽ പാർട്ട് ഓഫ് വൺ വേവ് ഫംഗ്ഷൻ. അപ്പൊ ഇതിനെയാണ് ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ നോൺ ലോക്കാലിറ്റി എന്ന് പറയുന്നത്. താങ്ക് യു സർ. മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. നമ്മൾ XYZ ആക്സിസ് ആണെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം ക്വാണ്ടം മെക്കാനിക്സിലും XYZ ആക്സിസിൽ അത് കൊടുക്കാഞ്ഞത് അല്ലേ? എനിക്ക് മനസ്സിലായില്ല അതെങ്ങനെ. അല്ല, ഇവിടെ നമ്മളത് ഡിഫറെന്റ് ആക്സിസിൽ അതിനെ കുറിച്ച് പറയാതിരുന്നത് അതിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ടല്ലേ? ഏതാണ് വേവ് ഫംഗ്ഷന്റെ ഇവല്യൂഷനെ കുറിച്ചാണോ അതോ ഫംഗ്ഷന്റെ ഡിസ്ക്രിപ്ഷൻ വന്നപ്പോഴേ ഞാൻ ഹാഫ് കയറിയത്. അപ്പൊ അതിന് മുമ്പ് എന്താ പറഞ്ഞതെന്ന് കിട്ടിയില്ല. അപ്പൊ അവിടെ ഡിസ്ക്രൈബ് ചെയ്യാതിരുന്നത് കൊണ്ട് ഇവിടെ എന്റെ നീഡ് ഇല്ലാത്തത് കൊണ്ടാണല്ലേ? ആ ഒരു ലെവലിലേക്ക് പോയിട്ടില്ല. ആ ഒരു ലെവലിലേക്കുള്ള മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ഓക്കെ താങ്ക് യു സർ. ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസും പെട്ടെന്ന് സ്പോട്ടിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഡൗട്ട്സ് വന്നത്. ക്ലിയർ ചെയ്ത് താങ്ക് യു സർ. താങ്ക്സ്. എന്തെങ്കിലും കമന്റ്സ് ശാലിനിക്ക് പറയാനുണ്ടോ? എനിക്ക് ഉടനെ അങ്ങനെ കമന്റ്സ് ഒന്നും ഇല്ല. ബട്ട് അതർ ദാൻ ദ പോയിന്റ് ദാറ്റ് സെബാസ്റ്റ്യൻ ഈ കാര്യം, ഈ കോൺസെപ്റ്റ് എൻറ്റാങ്കിൾമെന്റ് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നു. നേരത്തെ ഫ്രാൻസിസ് പറഞ്ഞ കോമന്റിനോട് ഞാനും അഗ്രി ചെയ്യണു. ഈ കാര്യങ്ങള് ഒരു ലേ പേഴ്സന്റെ ടേമിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡേ ടു ഡേ ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ മാത്തമാറ്റിക്സ് അങ്ങനെ നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഡെഫിനറ്റ്ലി ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്, അത് ആ ലിമിറ്റേഷൻസ് ഒരു വലിയൊരു എക്സ്റ്റെൻഡ് വരെ സെബാസ്റ്റ്യൻ വളരെ ഭംഗിയായിട്ട് മറികടന്നു. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദാറ്റ് ഇങ്ങനെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് ദെൻ ഒരു പക്ഷെ ഫസ്റ്റ് ഗോയിൽ ഇത് മുഴുവൻ മനസ്സിലായി എന്ന് വരില്ല. ദാറ്റ്സ് മൈ അണ്ടർസ്റ്റാൻഡിങ് അറ്റ് ലീസ്റ്റ്. അപ്പോൾ പ്രോബ്ലി ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പക്ഷെ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈ ഇങ്ങനെ എൻറ്റാങ്കിൾമെന്റ് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സിനെ കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചിന്തിക്കാനും കൂടിയിട്ട് ഹെൽപ്ഫുൾ ആവും ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് ഐ ഡു തിങ്ക് ദാറ്റ് ഇന്നത്തെ ഈ ഡിസ്കഷൻ അതിന് നമ്മളെ equip ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. So if we have more questions after we sit through this talk, I think it has served the purpose. Thank you very much for that, Sebastian.
താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ ടോക്ക് ഇത്രയും നീണ്ടുപോകാൻ കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വളരെ നല്ല ടോക്കായിരുന്നു. ആൾക്കാർക്ക് ചോദ്യത്തിലും ഡിസ്കഷനും താല്പര്യമുള്ളതുകൊണ്ടാണ് ഒത്തിരി ടൈം എടുത്തു. അപ്പോൾ ഇതുപോലുള്ള ഒരു ടോക്ക് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിച്ച സെബാസ്റ്റ്യൻ, ഇത് വളരെ ഭംഗിയായി മോഡറേറ്റ് ചെയ്ത ശാലിനിക്കും, ഇത്രയും നേരം നമ്മുടെ കൂടെ കാണാനിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത ഇതിന് ഇരുന്ന എല്ലാ പ്രേക്ഷകർക്കും സയൻസ് പീപ്പിളിന്റെ പേരിൽ നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു എവരിവൺ.